മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് സെക്കൻഡ് മൊഡ്യൂൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ഇലാസ്റ്റിക് കോൺസ്റ്റൻറ്റ്സ് ആൻഡ് ദി റിലേഷൻ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ഇലാസ്റ്റിക് കോൺസ്റ്റൻറ്റ്സ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഇലാസ്റ്റിക് കോൺസ്റ്റൻറ്റ്സ് വന്നിട്ട് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, മോഡുലസ് ഓഫ് റിജിഡിറ്റി, ബൾക്ക് മോഡുലസ്, പോസോൺസ് റേഷ്യോ. ഓക്കെ, ഇത്രയും ഇലാസ്റ്റിക് കോൺസ്റ്റൻറ്റ്സ് കൺസിഡർ ചെയ്യുകയാണ്. അത് തമ്മിലുള്ള റിലേഷനുമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൽ ഓരോ ഇലാസ്റ്റിക് കോൺസ്റ്റൻറ്റ്സും എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്ന മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ യങ്സ് മോഡുലസ്. ഓക്കെ, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, യങ്സ് മോഡുലസ് അല്ലെങ്കിൽ ഇലാസ്റ്റിക് മോഡുലസ്. ഓക്കെ, അപ്പം ഇത് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഒരു സർക്കുലർ ക്രോസ് സെക്ഷനുള്ള ഒരു ബാർ എലമെൻറ്റ് കൺസിഡർ ചെയ്യുകയാണ്. സർക്കുലർ ക്രോസ് സെക്ഷനുള്ള ഒരു ബാർ എലമെൻറ്റ് അല്ലെങ്കിൽ ഒരു റോഡ് കൺസിഡർ ചെയ്യുകയാണ്. ഓക്കെ, അപ്പം ഈ റോഡിനെ വന്നിട്ട് ലോഡ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബീയിങ് ലോഡഡ് ആക്സിയലി. ഓക്കെ, ഇതിൻ്റെ ലെഫ്റ്റ് വേർഡ്സും റൈറ്റ് വേർഡ്സുമായിട്ട് ആക്സിയൽ ഫോഴ്സ് കൊടുത്തിട്ടാണ് ഇതിനെ ലോഡ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം ഈ പറഞ്ഞ രീതിയിൽ ഇതിനെ ലോഡ് ചെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യുകയും ഇതിൻ്റെ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് സർക്കുലർ ക്രോസ് സെക്ഷനാണ്. ഓക്കെ, അപ്പം ഞാനിതിനെ ആക്സിയലി ലോഡ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യുകയും അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ ഡയമീറ്ററിൽ ചെറിയൊരു ഡിക്രിമെൻറ്റും നടക്കാൻ പോവാണ് അല്ലെങ്കിൽ ഡിക്രീസും സംഭവിക്കാൻ പോവാണ്. ഓക്കെ, ശരി. അപ്പം ഇതിൻ്റെ ഫിഗറാണ് നമ്മളിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും ഇനിഷ്യലി ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എൽ ലെങ്ത് ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് ഡി ആണ്. ഇവിടെ ഞാൻ ലോഡിങ്ങിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്ന ഗ്രാജുവലി അപ്ലൈഡ് ലോഡിംഗ് മെത്തേഡാണ്. ഓക്കെ, ഗ്രാജുവലി അപ്ലൈഡ് ലോഡ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ പി ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഗ്രാജുവലി അപ്ലൈഡ് ലോഡ് എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനിപ്പം ഒരു 100 ന്യൂട്ടൺസിലേക്ക് ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ലോഡ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും സ്റ്റാർട്ടിങ് ഫ്രം 0 ആണ്. 0, 10, 20, 30 അങ്ങനെ ഇൻക്രീസ് ചെയ്തിട്ടാണ് നമ്മൾ ഫൈനലി 100 ന്യൂട്ടൺ ലോഡിലേക്ക് എത്തുന്നത്. ഓക്കെ, അപ്പോൾ ലോഡിങ്ങിൽ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് ഗ്രാജുവലി അപ്ലൈഡ് ലോഡിംഗ് ആണ്. അതുപോലെ തന്നെ ദ മെറ്റീരിയൽ ഈസ് അസ്യൂംഡ് ടു ബി ലോഡഡ് വിത്തിൻ ദി ഇലാസ്റ്റിക് ലിമിറ്റ്. ഓക്കെ, നമ്മൾ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം എല്ലാം ഡിസ്കസ് ചെയ്തപ്പോഴത്തേക്കും ഇലാസ്റ്റിക് ലിമിറ്റ് എന്താണ്, പ്രൊപ്പോർഷണൽ ലിമിറ്റ് എന്താണ്, ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തായിരുന്നു. ഈ പറയുന്ന സിലിണ്ടറിക്കൽ റോഡിനെ ഞാൻ ലോഡ് ചെയ്യാൻ പോകുന്നത് വിത്തിൻ ദി ഇലാസ്റ്റിക് ലിമിറ്റാണ് ലോഡ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ലോഡ് ചെയ്തപ്പോഴത്തേക്ക് ഇതിന് സംഭവിച്ചിരിക്കുന്ന ലെങ്ത് എന്ന് പറയുന്നത് ഡെൽറ്റ എൽ ആയിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ടേംസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഡി ഈസ് ദി ഡയമീറ്റർ. ഓക്കെ, ഒറിജിനൽ ഡയമീറ്റർ. എൽ ഈസ് ദി ഒറിജിനൽ ലെങ്ത്. ഡെൽറ്റ എൽ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ലെങ്ത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ, ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ വന്നിട്ട് സർക്കുലർ ക്രോസ് സെക്ഷനാണ്. ഓക്കെ, അപ്പോൾ ഈ സർക്കുലർ ക്രോസ് സെക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും ഈ സർക്കുലർ ക്രോസ് സെക്ഷന് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപിറ്റൽ എ ഈക്വൾ ടു ക്രോസ് സെക്ഷൻ ഏരിയ ക്യാപിറ്റൽ എ ഈക്വൾ ടു π/4 d². ഓക്കെ, വെയർ ക്യാപിറ്റൽ എ ഈസ് ദി ക്രോസ് സെക്ഷണൽ ഏരിയ, പി ഈസ് ദി അപ്ലൈഡ് ലോഡ്. അതിൽ തന്നെ ഗ്രാജുവലി അപ്ലൈഡ് ലോഡ് ആണെന്നുള്ളത് ഓർക്കുക. ഗ്രാജുവലി അപ്ലൈഡ് ലോഡിംഗ് സിറ്റുവേഷനാണ്. ഓക്കെ, ഗ്രാജുവലി അപ്ലൈഡ് ലോഡ്. ഓക്കെ, ഇനി ഇതിൽ സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ലോഡ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ലോഡ് എന്ന് പറയുന്നത് ഈ പറയുന്ന ക്രോസ് സെക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ലോഡ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ്സിനെ വിളിക്കുന്ന പേരാണ് നോർമൽ സ്ട്രെസ്. ഓക്കെ, നോർമൽ സ്ട്രെസ് സിഗ്മ ഈക്വൽ ടു π/e. നോർമൽ സ്ട്രെസ് സിഗ്മ ഈക്വൽ ടു π/e. നോർമൽ സ്ട്രെയിൻ എന്ന് പറയുന്നത് എപ്സിലോൺ കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പം നോർമൽ സ്ട്രെസ് സിഗ്മ. ഓക്കെ, നൊട്ടേഷൻ വന്നിട്ട് ഇത് വന്നിട്ട് സിഗ്മ. ഓക്കെ, ഇതിനെ വിളിക്കുന്നത് സിഗ്മ എന്നാണ്. ഓക്കെ, പിന്നെ ഈ സിമ്പിൾ വന്നിട്ട് എപ്സിലോൺ. ഓക്കെ, അപ്പം ആ നോർമൽ സ്ട്രെസ് വന്നിട്ട് സിഗ്മയും ഇത് വന്നിട്ട് എപ്സിലോൺ. ഓക്കെ, അപ്പം നോർമൽ സ്ട്രെസ് സിഗ്മ ഈക്വൽ ടു π/e, നോർമൽ സ്ട്രെയിന് എപ്സിലോൺ ഈക്വൽ ടു ചേഞ്ച് ഇൻ ലെങ്ത് ടു ഒറിജിനൽ ലെങ്ത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഹൂക്സ് ലോ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്. വിത്തിൻ ദി പ്രൊപ്പോർഷണൽ ലിമിറ്റ് സ്ട്രെസ് ഈസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. അവിടുത്തെ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത കോൺസ്റ്റൻറ്റ്, പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റിനെയാണ് നമ്മൾ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് വിളിക്കുന്നത്. ഓക്കെ, അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ക്യാപിറ്റൽ ഇ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി റേഷ്യോ ഓഫ് നോർമൽ സ്ട്രെസ് ടു നോർമൽ സ്ട്രെയിൻ. നോർമൽ സ്ട്രെസ്സിനെ നോർമൽ സ്ട്രെയിൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന ആ ഒരു റേഷ്യോനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ക്യാപിറ്റൽ ഇ ഈക്വൽ ടു സിഗ്മ/എപ്സിലോൺ. ക്യാപിറ്റൽ ഇ ഈക്വൽ ടു സിഗ്മ/എപ്സിലോൺ. ഓക്കെ, ശരി. അപ്പം ഈ ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്തുകൊണ്ടും ഹൂക്സ് ലോയിൽ നിന്നാണ് നമ്മൾ ഈ പറയുന്ന മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എടുത്തിരിക്കുന്നത്. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ലോഡിംഗ് ഈസ് ഗ്രാജുവലി അപ്ലൈഡും പിന്നെ ദ ലോഡിംഗ് ഈസ് ഡൺ വിത്തിൻ ദി ഇലാസ്റ്റിക് ലിമിറ്റ്.
ഓക്കെ. സെക്കൻഡ് ഇലാസ്റ്റിക് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് റിജിഡിറ്റി. മോഡുലസ് ഓഫ് റിജിഡിറ്റി. മോഡുലസ് ഓഫ് റിജിഡിറ്റി അല്ലെങ്കിൽ ഷിയർ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. മോഡുലസ് ഓഫ് റിജിഡിറ്റി അല്ലെങ്കിൽ ഷിയർ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഓക്കെ. ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്ന നൊട്ടേഷൻസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ജി, ക്യാപിറ്റൽ സി അല്ലെങ്കിൽ ക്യാപിറ്റൽ എൻ. ഓക്കെ. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കുകൾക്ക് അനുസരിച്ച് ഈ നൊട്ടേഷനിൽ ചെറിയ ചേഞ്ചസ് ഉണ്ടാവും. നമ്മളിപ്പോൾ ഫോളോ ചെയ്യാൻ പോകുന്ന നൊട്ടേഷൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ജി ആണ് ഫോളോ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ. അപ്പോൾ മോഡുലസ് ഓഫ് റിജിഡിറ്റി അല്ലെങ്കിൽ ഷിയർ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഓക്കെ. അപ്പോൾ അതിനു വേണ്ടി നമ്മളിവിടെ ചെക്ക് ചെയ്യുവാണെങ്കിൽ ഇനിഷ്യലി എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് എ ബി സി ഡി എന്ന് പറയുന്ന ഒരു റെക്ടാങ്കുലർ എലമെൻറ്റ് അവൈലബിൾ ആണെന്ന് വിചാരിക്കും. ഓക്കെ. ഇതിപ്പോൾ 2 ഡയമെൻഷണൽ സ്കെച്ചാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പം ഇത് ആക്ച്വൽ കേസിൽ 3 ഡയമെൻഷനിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു റെക്ടാങ്കുലർ ബ്ലോക്ക് ആയിരിക്കും. ഓക്കെ. നമ്മുടെ റെപ്രസെൻറ്റേഷൻ്റെ സിംപ്ലിസിറ്റിക്ക് വേണ്ടി നമ്മളിവിടെ അതിൻ്റെ 2 ഡയമെൻഷണൽ സ്കെച്ച് പ്രിപ്പയർ ചെയ്തിരിക്കുകയാണ്, എ ബി സി ആൻഡ് ഡി. ഓക്കെ. നെക്സ്റ്റ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ബോട്ടം എൻഡ്, അതായത് എ ഡി എന്ന് പറയുന്നത് ഫിക്സ് ചെയ്ത് നിർത്തിയിട്ട് ടോപ്പ് എൻഡിലായിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഒരു ഫോഴ്സ് എലോങ് ദി ടോപ്പ് സർഫസ് ഒരു ഫോഴ്സ് അല്ലെങ്കിൽ ലോഡ് അപ്ലൈ ചെയ്യുകയാണ്, പി. ഓക്കെ. അപ്പോൾ ഇവിടെ എ ബി സി ഡി എന്ന് പറയുന്ന ഈ റെക്ടാങ്കുലർ എലമെൻറ്റിൽ ഇനിഷ്യലി ഇവിടെയുള്ള ആംഗിളുകൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരുന്നു. ഇനിഷ്യലിയുള്ള ആംഗിളുകൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരുന്നു. ഈ ലോഡ് നമ്മൾ ഗ്രാജുവലി അപ്ലൈഡ് ലോഡ് എലോങ് ദി സർഫസ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെ ഈ ടോപ്പ് സർഫസിൽ ബി സി എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ബി സി എന്ന് പറയുന്ന ഈ ഒരു സർഫസ് ഇവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് ബി ഡാഷ് സി ഡാഷ് എന്ന് പറയുന്ന റീജിയനിലേക്ക് ചേഞ്ച് ചെയ്യും. ഓക്കെ. അപ്പം അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ബോട്ടം എൻഡ് ഈസ് ഫിക്സ്ഡ് ആൻഡ് എ ടാൻജൻഷ്യൽ ഫോഴ്സ് ഈസ് അപ്ലൈഡ് എലോങ് ദി ടോപ്പ് സർഫസ്. ഓക്കെ. അപ്പം ബി എന്ന് പറയുന്നതിൻ്റെ പുതിയ പൊസിഷൻ ബി ഡാഷും സി എന്ന് പറയുന്നതിൻ്റെ പുതിയ പൊസിഷൻ സി ഡാഷും. ഓക്കെ. അപ്പോൾ നമ്മളിവിടെ ഈ പറയുന്ന ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഇതിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു ഷിയറിംഗ് സ്ട്രെസ് ഡെവലപ്പ് ചെയ്യും. ഷിയറിംഗ് സ്ട്രെസ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ടോ കൊണ്ടാണ്. ഷിയറിംഗ് സ്ട്രെസ് മാർക്ക്ഡ് ബൈ ടോ. ഓക്കെ. നമ്മൾ ഈ ടാൻജൻഷ്യൽ സർഫസിലൂടെ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ലോഡ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും അതിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് മെറ്റീരിയലിൻ്റെ അകത്ത് ഡെവലപ്പ് ചെയ്യുന്ന ഷിയറിംഗ് സ്ട്രെസ് റെപ്രസെൻറ്റഡ് ബൈ ടോ. ഓക്കെ. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇനിഷ്യലി ആംഗിൾസ് എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരുന്നു. എ ബി സി ഡി എന്ന് പറയുന്ന റെക്ടാങ്കുലർ എലമെൻറ്റിൽ ഇനിഷ്യലി ഇവിടെ ഉണ്ടായിരുന്ന ആംഗിൾസ് എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരുന്നു. നമ്മൾ ഈ പറയുന്ന രീതിയിൽ ഷിയറിംഗ് ഫോഴ്സ്, ഓക്കെ, ഷിയറിംഗ് ഫോഴ്സ് അല്ലെങ്കിൽ ടാൻജൻഷ്യൽ ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോഴത്തേക്കും ഇവിടുത്തെ ഈ ആംഗിളുകളിൽ ചെറിയൊരു ചേഞ്ച് സംഭവിച്ചിട്ടുണ്ട്. ഇത്രത്തോളമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്ന ചേഞ്ച്. ഓക്കെ. ആ ചേഞ്ചിനെ ഞാൻ റെപ്രസെൻറ്റ് ചെയ്യാൻ പോകുന്നത് ഫൈ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുകയാണ്. ഫൈ. ഓക്കെ. ശരി. അപ്പോൾ ചേഞ്ച് ഇൻ ആംഗിൾ റെപ്രസെൻറ്റഡ് ബൈ ഫൈ. ഓക്കെ. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ മോഡുലസ് ഓഫ് റിജിഡിറ്റി അല്ലെങ്കിൽ ഷിയർ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ക്യാപിറ്റൽ ജി ഈക്വൽ ടു ഷിയർ സ്ട്രെസ് ബൈ ഷിയർ സ്ട്രെയിൻ. ഓക്കെ. റിലേഷൻ മനസ്സിലാക്കുക, ബൈ ഹാർട്ട് ചെയ്യുക. മോഡുലസ് ഓഫ് റിജിഡിറ്റി ഈക്വൽ ടു ഷിയർ സ്ട്രെസ് ബൈ ഷിയർ സ്ട്രെയിൻ. ഓക്കെ. ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ടോ കൊണ്ടും ഷിയർ സ്ട്രെയിൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഫൈ കൊണ്ടും. ഓക്കെ. ഫൈ എന്ന് പറയുന്നത് ഇവിടെ ഈ ചേഞ്ച് ഇൻ ആംഗിൾ 90 ഡിഗ്രിയിൽ എത്രത്തോളം ചേഞ്ച് വന്നു. ഓക്കെ. അപ്പോൾ ഇവിടെ ഒരു വെർട്ടിക്കൽ സർഫസ് ആണ് സി ഡി എന്ന് പറയുന്നത്. അതെന്തായിട്ടുണ്ട്, പുതിയ പൊസിഷനായ സി ഡാഷ് ഡിയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്ന ഈ ചേഞ്ച് ഇൻ ആംഗിളാണ് നമ്മൾ ഫൈ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ഫൈ മസ്റ്റ് ബി ടേക്കൺ ഇൻ റേഡിയൻസ്. ഫൈ നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ഫൈ മസ്റ്റ് ബി ടേക്കൺ ഇൻ റേഡിയൻസ്. ഓക്കെ. പിന്നെ ടോ എന്ന് പറയുന്നത് ഷിയർ സ്ട്രെസ്. ഓക്കെ. അപ്പോൾ ജി ഈക്വൽ ടു ഷിയർ സ്ട്രെസ് ബൈ ഷിയർ സ്ട്രെയിൻ. ഓക്കെ. അപ്പോൾ 2 ഇലാസ്റ്റിക് കോൺസ്റ്റൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ക്യാപിറ്റൽ ഈക്വൽ ടു നോർമൽ സ്ട്രെസ് ബൈ നോർമൽ സ്ട്രെയിന്, ഷിയർ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ മോഡുലസ് ഓഫ് റിജിഡിറ്റി ക്യാപിറ്റൽ ജി ഈക്വൽ ടു ഷിയർ സ്ട്രെസ് ബൈ ഷിയർ സ്ട്രെയിൻ. ഓക്കെ. ഷിയർ സ്ട്രെസ് ടോ കൊണ്ടും ഷിയർ സ്ട്രെയിൻ എന്ന് പറയുന്നത് ഫൈ കൊണ്ടുമാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് ബൾക്ക് മോഡുലസ്. ബൾക്ക് മോഡുലസ് വന്നിട്ട് ക്യാപിറ്റൽ കെ. ഓക്കെ. ക്യാപിറ്റൽ കെ എന്ന് പറയുന്നത് ക്യാപിറ്റൽ കെ ബൾക്ക് മോഡുലസ് ഈസ് ഡിഫൈൻഡ് ആസ് ദി റേഷ്യോ ഓഫ് നോർമൽ സ്ട്രെസ് ടു വോളിമെട്രിക് സ്ട്രെയിൻ. നോർമൽ സ്ട്രെസ് ടു വോളിമെട്രിക് സ്ട്രെയിൻ. അതായത് നിങ്ങളൊരു ക്യൂബിക്കൽ എലമെൻറ്റ് കൺസിഡർ ചെയ്യാം. ഓക്കെ. ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു ക്യൂബിക്കൽ എലമെൻറ്റ് കൺസിഡർ ചെയ്യുകയാണ്. ഓക്കെ. അതിന് ഒരു ലെങ്ത് ഉണ്ട്, ഒരു ബ്രെഡ്ത്ത് ഉണ്ട്, ഒരു ഹൈറ്റ് ഉണ്ട്. ക്യൂബിക്കൽ എലമെൻ്റ് എന്ന് സ്പെസിഫൈ ചെയ്തുകൊണ്ട് ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും എല്ലാം സെയിം ആയിട്ട് അസ്യൂം ചെയ്യണം. ഇതിലേക്ക് ഞാൻ ലോഡിങ് ചെയ്യുമ്പോഴത്തേക്കും, അതായത് 3 ഡയറക്ഷനിലുമായിട്ട് ലോഡ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ആ ലോഡിങ്ങിൻ്റെ ഇൻഫ്ലുവൻസിൽ ഇതിൻ്റെ സൈസ് അല്ലെങ്കിൽ വോളിയം എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ഓക്കെ. അപ്പം നമുക്ക് വോളിമെട്രിക് സ്ട്രെയിൻ കാൽക്കുലേറ്റ് ചെയ്യാം. വോളിമെട്രിക് സ്ട്രെയിൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വോളിയം ഡെൽറ്റ വി ബൈ വി. ഓക്കെ. സ്ട്രെയിൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ഡയമെൻഷൻ ടു ഒറിജിനൽ ഡയമെൻഷനാണ്. വോളിമെട്രിക് സ്ട്രെയിൻ ആകുമ്പോഴത്തേക്കും ചേഞ്ച് ഇൻ വോളിയം ടു ഒറിജിനൽ വോളിയം. അങ്ങനെയാണ് നമ്മൾ
എപ്സിലോൺ വി അല്ലെങ്കിൽ വോളിമെട്രിക് സ്ട്രെയിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എപ്സിലോൺ വി അല്ലെങ്കിൽ വോളിമെട്രിക് സ്ട്രെയിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നോർമൽ സ്ട്രെസ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഈ പറയുന്ന ട്രയാക്സിയൽ ലോഡിങ്ങിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു ലോഡിൻ്റെ ഇൻഫ്ലുവൻസിൽ പെർപെൻഡിക്കുലർ ടു ദി സർഫസ് ഡെവലപ്പ് ചെയ്യുന്നതാണ് നോർമൽ സ്ട്രെസ് സിഗ്മ. ഓക്കെ, അപ്പോൾ ആ നോർമൽ സ്ട്രെസ്സിനെ ഇവിടുത്തെ വോളിമെട്രിക് സ്ട്രെയിൻ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ടേമിനെ വിളിക്കുന്ന പേരാണ് ബൾക്ക് മോഡുലസ്, ക്യാപിറ്റൽ കെ. ഓക്കെ, ഫോർത്ത് ടേം എന്ന് പറയുന്നത് പോസോൺസ് റേഷ്യോ. ഓക്കെ, സ്പെല്ലിംഗ് ഒന്ന് ചെക്ക് ചെയ്യുക. POISSON, പോസോൺസ് റേഷ്യോ എന്നാണ് ഇതിനെ വായിക്കേണ്ടത്. ഓക്കെ, ഇതിൽ നൊട്ടേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നൊട്ടേഷൻസ് വന്നിട്ട് ന്യൂ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ന്യൂ. ഓക്കെ, അല്ലെങ്കിൽ മ്യൂ എന്ന് പറയുന്ന മ്യൂ എന്ന് പറയുന്ന നൊട്ടേഷൻ യൂസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ 1/m. ഓക്കെ, അതിൽ നമ്മൾ ഫോളോ ചെയ്യാൻ പോകുന്ന നൊട്ടേഷൻ എന്ന് പറയുന്നത് ന്യൂ എന്ന് പറയുന്ന നൊട്ടേഷനാണ് ഫോളോ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ പോസോൺസ് റേഷ്യോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ ഒരു സിലിണ്ടറിക്കൽ റോഡ് വീണ്ടും കൺസിഡർ ചെയ്യാം. ഇതിന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആക്സിയലി ലോഡ് ചെയ്യാൻ പോവാണ്. ആക്സിയലി ടെൻസൈൽ ലോഡ് അപ്ലൈ ചെയ്യാനായിട്ട് പോവാണ്. ടെൻസൈൽ ലോഡ് അപ്ലൈ ചെയ്തിട്ട് ഇതിൻ്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിൻ്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യാനായിട്ട് ഞാൻ നോക്കുവാണെങ്കിൽ, ഓക്കെ, ലെങ്ത് ഇൻക്രീസ് ചെയ്യാനായിട്ട് നോക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ ഡയമീറ്ററിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിക്രീസ് സംഭവിക്കും. അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബാർ എലമെൻറ്റിന് മെറ്റീരിയൽ കോമ്പോസിഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു ഡയമെൻഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള മറ്റേ ഡയമെൻഷൻ എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യും. ഓക്കെ, അപ്പം ഇതിന് ഞാൻ ആക്സിയലി ഇതിൻ്റെ ലെങ്ത്ത് ഇൻക്രീസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ടെൻസൈൽ ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡയമീറ്റർ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ഓക്കെ, അതിൻ്റെ ഒരു സ്കിമാറ്റിക്കാണ്, ഒരു ഫിഗറാണ് ഇവിടെ സ്കെച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്, ഞാൻ ഈ സിലിണ്ടറിക്കൽ റോഡ് കൺസിഡർ ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഇനിഷ്യൽ ലെങ്ത് എന്ന് പറയുന്നത് എല്ലും അതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് ഡിയും. ഓക്കെ, ഈ ഒരു എലമെൻറ്റിലേക്കാണ്, ഇനിഷ്യൽ ലെങ്ത് എല്ലും ഡയമീറ്റർ ഡിയും ഉള്ള എലമെൻറ്റിലേക്കാണ് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ആക്സിയൽ ലോഡിങ് കൊടുത്തിരിക്കുന്നത്. ആക്സിയൽ ലോഡ് വന്നിട്ട് ക്യാപിറ്റൽ പി. ഓക്കെ, ക്യാപിറ്റൽ പി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും വന്നിട്ട് ഗ്രാജുവലി അപ്ലൈഡ് ലോഡാണ്. ഓക്കെ, അപ്പോൾ ഈ ലോഡ് വന്നു കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ലെങ്ത് ഇൻക്രീസ് ചെയ്യുകയും അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പം ഇനിഷ്യലി ഉള്ളതാണ് ഈ ഫുൾ ലൈനായിട്ട് വരച്ചിരിക്കുന്നത്. സെക്കൻഡ് കണ്ടിന്യൂസ് ലൈനായിട്ട് വരച്ചിരിക്കുന്നത് ഡീഫോംഡ് ആയിട്ടുള്ള പൊസിഷനാണ് ഇവിടെ ഡോട്ടഡ് സ്കെച്ചായിട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ എന്തൊക്കെ ചേഞ്ചാണ് വന്നതെന്ന് നോക്കിക്കേ. ലെങ്ത്ത് വന്നിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, ഡയമീറ്റർ വന്നിട്ട് ഇവിടെ ഡിക്രീസും ചെയ്തിട്ടുണ്ട്. ഓക്കെ, ശരി. അപ്പം ഇതിൻ്റെ ബേസിസിൽ ഇതിലെ ടേംസ് ഫസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ടേംസ് എന്ന് പറയുന്നത് ഇനിഷ്യൽ ഡയമെൻഷൻസ് എന്തൊക്കെയായിരുന്നു? ലെങ്ത് എല്ലുണ്ട്, ഡയമീറ്റർ വന്നിട്ട് ഡി ഉണ്ട്, പിന്നെ ചേഞ്ച് ഇൻ ഡയമെൻഷൻ. എന്തൊക്കെയാണ് ചേഞ്ച് ഇൻ ഡയമെൻഷൻ സംഭവിച്ചിരിക്കുന്നത്? ലെങ്ത് ഇൻക്രീസസ് ബൈ ഡെൽറ്റ എൽ, ഡയമീറ്റർ ഡിക്രീസസ് ബൈ ഡെൽറ്റ ഡി. ഓക്കെ, അപ്പോൾ 2 ഡയമെൻഷൻസ് ഇവിടെ മാറിയിട്ടുണ്ട് അല്ലേ, അല്ലെങ്കിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ലെങ്ത്തും ചേഞ്ച് ചെയ്തിട്ടുണ്ട്, ഡയമീറ്ററും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് 2 സ്ട്രെയിൻ വാല്യൂസ് ഇവിടെ പറയാനായിട്ട് സാധിക്കും. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ഓക്കെ, അപ്പം ഇതിൽ ഈ വേർഡ് വെച്ച് തന്നെ ഓർക്കുക, ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ഓക്കെ, അപ്പോൾ അതായത് അത് ആ ലെങ്ത് വൈസ് ഡയറക്ഷനിൽ സംഭവിച്ചിരിക്കുന്ന സ്ട്രെയിനിങ് ആണ്. അല്ലെങ്കിൽ നമ്മൾ ലോഡ് അപ്ലൈ ചെയ്തിരിക്കുന്ന ഏത് ഡയറക്ഷനിലാണോ അതേ ഡയറക്ഷനിൽ സംഭവിക്കുന്ന സ്ട്രെയിനിനെയാണ് നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിന് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് എപ്സിലോൺ പിന്നെ സഫിക്സ് എൽ. എപ്സിലോൺ സഫിക്സ് എൽ ഈക്വൽ ടു ഡെൽറ്റ എൽ ബൈ എൽ. ഓക്കെ, ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. എങ്ങനെയാണ് വായിക്കുന്നത്? ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എപ്സിലോൺ എൽ ഈക്വൽ ടു ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. ഓക്കെ, അപ്പോൾ ഈ ഡെൽറ്റ എൽ എന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കുക, ചേഞ്ച്, ഡെൽറ്റ റെപ്രസെൻറ്റ്സ് ദി ചേഞ്ച്. എന്തിലുള്ള ചേഞ്ചാണ് ഇവിടെ വന്നിരിക്കുന്നത്? ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. ഓക്കെ, ഇനി മറ്റൊരു സ്ട്രെയിനും കൂടെയുണ്ട്. അതേതാണ്? ലാറ്ററൽ സ്ട്രെയിൻ. ഓക്കെ, ലാറ്ററൽ സ്ട്രെയിൻ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും ലാറ്ററൽ സ്ട്രെയിൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ഡയമീറ്റർ ടു ഒറിജിനൽ ഡയമീറ്റർ. ഓക്കെ, അതായത് ഞാനിവിടെ ഏത് ഡയറക്ഷനിലാണ് ലോഡിങ് കൊടുത്തത്? എലോങ് ദി ആക്സിയൽ ഡയറക്ഷനാണ്, അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷനാണ് ലോഡിങ് കൊടുത്തത്. ഓക്കെ, അപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷനിൽ ലോഡിങ് കൊടുത്തപ്പോഴത്തേക്കും അതിനോടൊപ്പം ഡെവലപ്പ് ചെയ്തതാണ് എന്ത്? ഈ ലാറ്ററൽ ഡയറക്ഷനിലുള്ള ഡയമീറ്ററിലുള്ള ഡിക്രീസ് എന്ന് പറയും. അല്ലാതെ അതിനുവേണ്ടി നമ്മൾ പ്രത്യേകിച്ച് ലോഡിംഗ് ഒന്നും കൊടുക്കുന്നില്ല. ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷനിൽ നമ്മൾ ലോഡിംഗ് ചെയ്തപ്പോഴത്തേക്കും ഡയമീറ്റർ എന്ത് ചെയ്തു? പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ നിൽക്കുന്ന ഡയമീറ്റർ എന്ത് ചെയ്തു? താനെ ഡിക്രീസ് ചെയ്തു.
ഓക്കെ, അപ്പം 2 ഡയമെൻഷൻസ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്, ലെങ്ത്തും ചേഞ്ച് ചെയ്തിട്ടുണ്ട്, ഡയമീറ്ററും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ആകുമ്പോഴത്തേക്കും ചേഞ്ച് ഇൻ ലെങ്ത് ടു ഒറിജിനൽ ലെങ്ത്തും, ലാറ്ററൽ സ്ട്രെയിൻ ആകുമ്പോഴത്തേക്കും ചേഞ്ച് ഇൻ ഡയമീറ്റർ ടു ഒറിജിനൽ ഡയമീറ്റർ. ഓക്കെ, ശരി. ഇനി ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ്റെ കേസിൽ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ ലെങ്ത്തിൽ ഇൻക്രീസ് ആണ് സംഭവിച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് ഇവിടെ പ്ലസ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ വന്നിട്ട് ഒരു മൈനസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ പ്ലസ് അണ്ടർസ്റ്റുഡ് ആണ്, ഡെൽറ്റ എൽ ബൈ എൽ. ഇവിടെ എപ്സിലോൺ ഡി എന്ന് പറയുന്നത് മൈനസ് ഓഫ് ഡെൽറ്റ ഡി ബൈ ഡി. എന്തുകൊണ്ടാണ് മൈനസ് കൊടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഡയമീറ്ററിൽ ഡിക്രീസ് ആണ് സംഭവിച്ചിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് എപ്സിലോൺ ഡി ഈക്വൽ ടു മൈനസ് ഓഫ് ഡെൽറ്റ ഡി ബൈ ഡി. ഓക്കെ, എപ്സിലോൺ ഡി ഈക്വൽ ടു മൈനസ് ഓഫ് ഡെൽറ്റ ഡി ബൈ ഡി. ഓക്കെ, ഇപ്പോൾ ചേഞ്ച് ഇൻ ഡയമീറ്റർ ടു ഒറിജിനൽ ഡയമീറ്റർ. ഓക്കെ, അങ്ങനെയാണ് ലാറ്ററൽ സ്ട്രെയിൻ വരുന്നത്. ഇനി നമുക്ക് വേണ്ടത് പോസോൺസ് റേഷ്യോ ആണ്. പോസോൺസ് റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? പോസോൺസ് റേഷ്യോ റെപ്രസെൻറ്റഡ് ബൈ ന്യൂ അല്ലെങ്കിൽ മ്യൂ അല്ലെങ്കിൽ 1/m. നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്ന നൊട്ടേഷൻ പോസോൺസ് റേഷ്യോയ്ക്ക് വേണ്ടി ന്യൂ എന്നുള്ള നൊട്ടേഷനാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഓൾമോസ്റ്റ് ഇത് ഒരു വി പോലെയൊക്കെ എഴുതും, ഗ്രീക്ക് ലെറ്ററാണ് ന്യൂ. ഓക്കെ, ശരി. അപ്പോൾ ന്യൂ ഈക്വൽ ടു ലാറ്ററൽ സ്ട്രെയിൻ ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ന്യൂ എന്ന് പറയുന്നത് ലാറ്ററൽ സ്ട്രെയിൻ ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ലാറ്ററൽ സ്ട്രെയിൻ വന്നിട്ട് എപ്സിലോൺ ഡിയും ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് പറയുന്നത് എപ്സിലോൺ എല്ലും. അപ്പം ഈ ഒരു റേഷ്യോ, ഓക്കെ, ദി റേഷ്യോ ഓഫ് ലാറ്ററൽ സ്ട്രെയിൻ ടു ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോസോൺസ് റേഷ്യോ. ഓക്കെ, ഇനി ഒരുവിധമുള്ള മെറ്റൽസിൻ്റെ എല്ലാം പോസോൺസ് റേഷ്യോയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് റേഞ്ചസ് ബിറ്റ്വീൻ 0.25 ടു 0.34. 0.25നും 0.34നും ഇടയിലായിരിക്കും ഒരുവിധമുള്ള മെറ്റൽസിൻ്റെ എല്ലാം പോസോൺസ് റേഷ്യോ വരുന്നത്. ഇനി നമ്മൾ സ്റ്റീലിന് വളരെ സ്പെസിഫിക് ആയിട്ട് ചെക്ക് ചെയ്യുവാണെങ്കിൽ സ്റ്റീലിൻ്റെ പോസോൺസ് റേഷ്യോ എന്ന് പറയുന്നത് 0.28 ആണ്. ഓക്കെ, സ്റ്റീലിൻ്റെ സ്പെസിഫിക് ആയിട്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സബ്ജക്റ്റിൽ കൂടുതലും സ്റ്റീലിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ സ്റ്റീൽ മെറ്റീരിയൽ ആയിട്ട് വരുന്ന പ്രോബ്ലംസ് ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ അവിടെ പോസോൺസ് റേഷ്യോ ന്യൂ എന്ന് പറയുന്നത് 0.28 ആണ്. ഓക്കെ, അപ്പോൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത 4 ഇലാസ്റ്റിക് കോൺസ്റ്റൻസ് ആണ്. ഫസ്റ്റ് വൺ വന്നിട്ട് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ക്യാപിറ്റൽ ഇ, പിന്നെ മോഡുലസ് ഓഫ് റിജിഡിറ്റി ക്യാപിറ്റൽ ജി, അത് കഴിഞ്ഞ് ബൾക്ക് മോഡുലസ് ക്യാപിറ്റൽ കെ, അത് കഴിഞ്ഞ് പോസോൺസ് റേഷ്യോ ന്യൂ. പോസോൺസ് റേഷ്യോ ന്യൂ. ഓക്കെ, ഓക്കെ. അപ്പം നെക്സ്റ്റ് വന്നിട്ട് റിലേഷൻ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ഇലാസ്റ്റിക് കോൺസ്റ്റൻസ്. റിലേഷൻ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ഇലാസ്റ്റിക് കോൺസ്റ്റൻസ്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഇലാസ്റ്റിക് കോൺസ്റ്റൻസ് ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നത് ക്യാപിറ്റൽ ഇ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, ക്യാപിറ്റൽ ജി മോഡുലസ് ഓഫ് റിജിഡിറ്റി, ക്യാപിറ്റൽ കെ ബൾക്ക് മോഡുലസ്, ന്യൂ എന്ന് പറയുന്നത് പോയ്സൺസ് റേഷ്യോ അല്ലെങ്കിൽ പോസോൺസ് റേഷ്യോ എന്ന് വേണം വായിക്കാൻ, പോസോൺസ് റേഷ്യോ. ഓക്കെ, ശരി. അപ്പം നമ്മൾ ഇവിടെ ഫസ്റ്റ് റിലേഷൻസ് മെൻഷൻ ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്ന റിലേഷൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ വന്നിട്ട് ക്യാപിറ്റൽ ഇ ഈക്വൽ ടു 3k ഇൻറ്റു 1 മൈനസ് 2 ന്യൂ. 3k ഇൻറ്റു 1 മൈനസ് 2 ന്യൂ. ഓക്കെ, സെക്കൻഡ് റിലേഷൻ ക്യാപിറ്റൽ ഇ ഈക്വൽ ടു 2g ഇൻറ്റു 1 പ്ലസ് ന്യൂ. 2g ഇൻറ്റു 1 പ്ലസ് ന്യൂ. തേർഡ് റിലേഷൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഇ ഈക്വൽ ടു 9kg ബൈ 3k പ്ലസ് ജി. ഓക്കെ, അപ്പം ഈ 3 റിലേഷൻസിൻ്റെയും ഡെറിവേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലതവണയായിട്ട് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു രീതിയിൽ തന്നെ ഈ റിലേഷൻസ് ബൈ ഹാർട്ട് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ഇതിൻ്റെ ഡെറിവേഷൻസ് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ ബൈ ഹാർട്ട് ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 ഇക്വേഷൻസിലും ലെഫ്റ്റ് സൈഡിൽ വന്നിട്ട് ക്യാപിറ്റൽ ഇ ആണ് അല്ലെങ്കിൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ്. ഓക്കെ, പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ് റൈറ്റ് സൈഡിൽ മാത്രമായിട്ടാണ് ആ ഡിഫറൻസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് റിലേഷൻ ഒന്നുകൂടെ ക്യാപിറ്റൽ ഇ ഈക്വൽ ടു 3k ഇൻറ്റു 1 മൈനസ് 2 ന്യൂ. അതിൽ ക്യാപിറ്റൽ ഇ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, ക്യാപിറ്റൽ കെ എന്ന് പറയുന്ന ബൾക്ക് മോഡുലസ്, ന്യൂ എന്ന് പറയുന്നത് പോസോൺസ് റേഷ്യോ. സെക്കൻഡ് റിലേഷൻ ക്യാപിറ്റൽ ഇ ഈക്വൽ ടു 2g ഇൻറ്റു 1 പ്ലസ് ന്യൂ. അവിടെ ക്യാപിറ്റൽ ഇ അഗെയിൻ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ യങ്സ് മോഡുലസ്. ഓക്കെ, ക്യാപിറ്റൽ ജി എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് റിജിഡിറ്റി അല്ലെങ്കിൽ ഷിയർ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ന്യൂ പോസോൺസ് റേഷ്യോ. ഓക്കെ, തേർഡ് റിലേഷൻ നോക്കുവാണെങ്കിൽ ക്യാപിറ്റൽ ഇ ഈക്വൽ ടു 9kg ബൈ 3k പ്ലസ് ജി. ഓക്കെ, ക്യാപിറ്റൽ ഇ ബീങ് ദി മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, ക്യാപിറ്റൽ കെ ബൾക്ക് മോഡുലസ്, ക്യാപിറ്റൽ ജി എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് റിജിഡിറ്റി. ഓക്കെ, അപ്പോൾ ഈ 3 റിലേഷൻസിൻ്റെയും ഡെറിവേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് റിലേഷൻ നമ്മൾ നോക്കുകയാണ്. ഓക്കെ, റിലേഷൻ ബിറ്റ്വീൻ ഇ ആൻഡ് കെ. ഓക്കെ, റിലേഷൻ ബിറ്റ്വീൻ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആൻഡ് ബൾക്ക് മോഡുലസ്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അറിയാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൾക്ക് മോഡുലസ് എന്താണെന്നുള്ളത് അറിയാം.
ഓക്കെ, ബൾക്ക് മോഡുലസ് എന്ന് പറയുന്നത് എന്താണ്? ബൾക്ക് മോഡുലസ് ക്യാപിറ്റൽ കെ ഓൾറെഡി നമ്മൾ ഡിഫൈൻ ചെയ്തായിരുന്നു. ഇറ്റ് ഈസ് ദി റേഷ്യോ ഓഫ് നോർമൽ സ്ട്രെസ് ടു വോളിമെട്രിക് സ്ട്രെയിൻ അല്ലേ. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു ക്യൂബിക്കൽ എലമെൻറ്റ് കൺസിഡർ ചെയ്യുവാണ്. ഓക്കെ, എക്സ് വൈ ഇസഡ് കോർഡിനേറ്റ് സിസ്റ്റത്തിലായിട്ട് ഞാനൊരു ക്യൂബിക്കൽ എലമെൻറ്റ് കൺസിഡർ ചെയ്യുവാണ്. ആ ക്യൂബിക്കൽ എലമെൻറ്റിൻ്റെ ഓരോ സൈഡുകളുടെയും ലെങ്ത് എന്ന് പറയുന്നത് ഞാൻ സ്മോൾ ലെറ്റർ എ ആയിട്ട് അസ്യൂം ചെയ്യാം. ഓരോ സൈഡുകളുടെയും ലെങ്ത് എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ എ ആയിട്ട് അസ്യൂം ചെയ്യാം. ഓക്കെ, ഇതിൽ എക്സ് ഡയറക്ഷനിലായിട്ട് ഞാൻ സിഗ്മ അല്ലെ, എക്സ് ഡയറക്ഷനിലായിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന സ്ട്രെസ് വന്നിട്ട് സിഗ്മ, വൈ ഡയറക്ഷനിലായിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന സ്ട്രെസ് വന്നിട്ട് വീണ്ടും സിഗ്മയായിട്ട് തന്നെ അസ്യൂം ചെയ്യുകയാണ്. ഇസഡ് ഡയറക്ഷനിലുള്ള സ്ട്രെസ്സും വന്നിട്ട് സിഗ്മയായിട്ട് അസ്യൂം ചെയ്യാം. ഇസഡ് ഡയറക്ഷനിലുള്ള സ്ട്രെസ്സും വന്നിട്ട് സിഗ്മയായിട്ട് അസ്യൂം ചെയ്യും. അപ്പോൾ ഇവിടെ ട്രൈആക്സിയൽ ലോഡിംഗ് ആണ് ഞാനിപ്പോൾ കൺസിഡർ ചെയ്യുന്നത്. ട്രൈ ആക്സിയൽ ലോഡിംഗ്, അതായത് 3 ആക്സിസിനുമായിട്ട് ലോഡിംഗ് സംഭവിച്ചിരിക്കുകയാണ്. ട്രൈആക്സിയൽ ലോഡിങ്ങിൻ്റെ സിറ്റുവേഷൻ. ഓക്കെ, ശരി, ട്രൈആക്സിയൽ ലോഡിംഗ്. ഓക്കെ, അപ്പം അതിൻ്റെ ബേസിസിൽ നമുക്കറിയാം ഇങ്ങനെ ഈ പറയുന്ന ക്യൂബിക്കൽ എലമെൻറ്റിനെ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വോളിയത്തിൽ ഇൻക്രീസ് സംഭവിക്കും അല്ലേ, ഇതിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്യും അല്ലേ. വോളിയം ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ചേഞ്ച് ഇൻ വോളിയം കണ്ടുപിടിക്കാം. ചേഞ്ച് ഇൻ വോളിയം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഫൈനൽ വോളിയത്തിൽ നിന്ന് ഇനിഷ്യൽ വോളിയം സബ്ട്രാക്ട് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ ഇവിടെ ചേഞ്ച് ഇൻ വോളിയം ടു ഒറിജിനൽ വോളിയം അല്ലേ. ഇവിടെ എപ്സിലോൺ വി എന്ന് പറയുന്നത് വോളിമെട്രിക് സ്ട്രെയിൻ എങ്ങനെയാണ് കിട്ടുന്നത്? ചേഞ്ച് ഇൻ വോളിയം to original volume. Change in volume to original volume. Okay, change in volume to original volume. Okay, change in volume ആകുമ്പോഴത്തേക്കും നമുക്ക് ഡെൽറ്റ വി എന്ന് എഴുതാം, ഡിവൈഡഡ് ബൈ ഒറിജിനൽ വോളിയം. ഓക്കെ, അതാണ് വോളിമെട്രിക് സ്ട്രെയിൻ. നമ്മുടെ റിലേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ബൾക്ക് മോഡുലസ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ബൾക്ക് മോഡുലസ് ഈക്വൽ ടു നോർമൽ സ്ട്രെസ് ബൈ വോളിമെട്രിക് സ്ട്രെയിൻ. അതിൽ ബൾക്ക് മോഡുലസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ കെ ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ വി. സിഗ്മ ബൈ എപ്സിലോൺ വി, അതിൽ എപ്സിലോൺ വിയുടെ കാര്യമാണ് ഈ പറഞ്ഞത്. ഓക്കെ, ഇനി എഗെയിൻ വോളിമെട്രിക് സ്ട്രെയിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട് ഇൻ 3 ഡയമെൻഷണൽ കേസ്. ഓക്കെ, 3 ഡയമെൻഷണൽ എലമെൻറ്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൽ എപ്സിലോൺ വി ഈക്വൽ ടു എപ്സിലോൺ വി equal to 1 minus 2 nu divided by 1 minus 2 nu divided by e into sigma 1 plus sigma 2 plus sigma 3. ഓക്കെ, ഇത് ട്രൈആക്സിയൽ ലോഡിങ്ങിൻ്റെ വോളിമെട്രിക് സ്ട്രെയിനുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഇക്വേഷനാണ്. ട്രൈആക്സിയൽ ലോഡിങ്ങിൽ ട്രൈആക്സിയൽ ലോഡിങ്ങിൽ വോളിമെട്രിക് സ്ട്രെയിൻ ആയിട്ടുള്ള സ്പെസിഫിക് ഇക്വേഷനാണ്. ഇതൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇതിനൊരു സെപ്പറേറ്റ് ലെക്ചർ നമുക്ക് ഉണ്ട്. അതിൻ്റെ അകത്ത് വോളിമെട്രിക് സ്ട്രെയിൻ എങ്ങനെയാണ് ഈ പറഞ്ഞ രീതിയിൽ വന്നതെന്നുള്ളത് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പം ഇപ്പോഴത്തേക്കും എപ്സിലോൺ വി ഈക്വൽ ടു 1 മൈനസ് 2 ന്യൂ ഇൻറ്റു സിഗ്മ 1 പ്ലസ് സിഗ്മ 2 പ്ലസ് സിഗ്മ 3 എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, നമ്മുടെ കേസിൽ നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സിഗ്മ 1ൻ്റെ വാല്യൂ ആയാലും സിഗ്മ 2ൻ്റെ വാല്യൂ ആയാലും സിഗ്മ 3യുടെ വാല്യൂ ആയാലും എല്ലാം നമ്മൾ എന്തായിട്ടാണ് എടുത്തിരിക്കുന്നത്? സിഗ്മ ആയിട്ടാണ് അസ്യൂം ചെയ്തിരിക്കുന്നത്. ഓക്കെ, 3 വാല്യൂസും സിഗ്മ 1 ഈക്വൽ ടു സിഗ്മ 2 ഈക്വൽ ടു സിഗ്മ 3 ആണ്. നമ്മുടെ കേസിൽ അതിനെ നമ്മൾ സിഗ്മ എന്നാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്, ഈക്വൽ ടു സിഗ്മ. ഓക്കെ, ശരി. അങ്ങനെ നമ്മൾ ഈ ഒരു റിലേഷനിൽ സിഗ്മ 1നും സിഗ്മ 2നും സിഗ്മ 3ക്കും പകരം സിഗ്മ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും വി ഗെറ്റ് എപ്സിലോൺ വി ഈക്വൽ ടു 1 മൈനസ് 2 ന്യൂ ദ ഹോൾ ഡിവൈഡഡ് ബൈ ഇ ഇൻറ്റു 3 സിഗ്മ. കാരണം ഈ 3 വാല്യൂസും സിഗ്മയ്ക്ക് ഈക്വൽ ആണ്. അപ്പോൾ സിഗ്മ പ്ലസ് സിഗ്മ എന്ന് വരും. അത് നമ്മൾ 3 സിഗ്മ എന്ന് എഴുതും. ഓക്കെ, ഇവിടെ ബൾക്ക് മോഡുലസിൻ്റെ ഈ ഫസ്റ്റ് റിലേഷനെ നമ്മൾ ഇക്വേഷൻ എ ആയിട്ടും വോളിമെട്രിക് സ്ട്രെയിൻ്റെ സെക്കൻഡ് ഇക്വേഷൻ ബി ആയിട്ടും കൊടുത്തു. നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ വോളിമെട്രിക് സ്ട്രെയിൻ്റെ ഈ വാല്യൂവിനെ എടുത്തിട്ട് നമ്മൾ ഇവിടുത്തെ ഫസ്റ്റ് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. വോളിമെട്രിക് സ്ട്രെയിൻ്റെ ഈ വാല്യൂവിനെ എടുത്തിട്ട് നമ്മൾ ഫസ്റ്റ് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും എപ്സിലോൺ വിന് പകരമാണ് ഈ ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇവിടുത്തെ എപ്സിലോൺ വിക്ക് പകരം ഈ ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. സബ്സ്റ്റിറ്റ്യൂഷൻ എല്ലാം കഴിഞ്ഞ് ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരു സിഗ്മ വരും, അത് ക്യാൻസൽ ചെയ്ത് പോകും. ഓക്കെ, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും വരുന്ന സിഗ്മ തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോവുകയും ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ ഇ ഈക്വൽ ടു 3k ഇൻറ്റു 1 മൈനസ് 2 ന്യൂ എന്ന് കിട്ടും. ഇ ഈക്വൽ ടു 3k ഇൻറ്റു 1 മൈനസ് 2 ന്യൂ. ഓക്കെ, അപ്പോൾ ഈ റിലേഷനിൽ നോക്കുവാണെങ്കിൽ ഏതൊക്കെ ടേംസ് ആണുള്ളത്? മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, ബൾക്ക് മോഡുലസ്, പിന്നെ പോസോൺസ് റേഷ്യോ. ഓക്കെ, ഈ രീതിയിൽ തന്നെ ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്യുക. ഇതിൻ്റെ ഡെറിവേഷൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസും പലതവണയായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ,
അപ്പം നമ്മുടെ കേസിൽ ഇലാസ്റ്റിക് കോൺസ്റ്റൻസിൻ്റെ റിലേഷനിൽ ഫസ്റ്റ് റിലേഷനാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഓക്കെ, ഈക്വൽ ടു 3k × 1 - 2 എന്ന് പറയുന്നതിൻ്റെ ഡെറിവേഷനാണ് ചെക്ക് ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് റിലേഷൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈക്വൽ ടു 2g × 1 + ന്യൂവിൻ്റെ ഡെറിവേഷനാണ് ഇനി ചെക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പം റിലേഷൻ ബിറ്റ്വീൻ ഇലാസ്റ്റിക് കോൺസ്റ്റൻസ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് റിലേഷൻ ബിറ്റ്വീൻ ക്യാപിറ്റൽ ഇ ആൻഡ് ക്യാപിറ്റൽ ജി. ക്യാപിറ്റൽ ഇ എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയും ക്യാപിറ്റൽ ജി എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് റിജിഡിറ്റിയും. ഓക്കെ, അപ്പം ഈ ഒരു ഡെറിവേഷന് വേണ്ടി നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു സ്ക്വയർ എലമെൻറ്റ് കൺസിഡർ ചെയ്യുകയാണ്. സ്ക്വയർ എലമെൻറ്റ് വന്നിട്ട് ABCD എന്ന് പറയുന്ന ഒരു സ്ക്വയർ എലമെൻറ്റ് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പം ഇതുപോലത്തെ ഒരു സ്ക്വയർ എലമെൻറ്റാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ബോട്ടം എൻഡ് ഇവിടെ വെച്ചിട്ട് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ഈ എൻഡ് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ എലോങ് ദി സർഫസ് ഒരു ഷിയറിംഗ് സ്ട്രെസ് അല്ലെങ്കിൽ എലോങ് ദി സർഫസ് ഒരു ടാൻജൻഷ്യൽ ഫോഴ്സ് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ടാൻജൻഷ്യൽ ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് അതിന് റെസ്പോണ്ട് ചെയ്തുകൊണ്ട് ആ ഒരു സർഫസിലായിട്ട് ഇവിടെ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന സ്ട്രെസ് എന്ന് പറയുന്നത് ഷിയർ സ്ട്രെസ് ടോയാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഷിയറിംഗ് സ്ട്രെസ് വന്നിട്ട് ടോ എന്ന് പറയുന്ന ഷിയറിംഗ് സ്ട്രെസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഷിയറിംഗ് സ്ട്രെസ് നമ്മൾ മാർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ CD എന്ന് പറയുന്ന ഫേസിൽ ഷിയറിംഗ് സ്ട്രെസ് ഈസ് മാർക്ക് ടുവേർഡ്സ് ദി റൈറ്റ് സൈഡാണ്. ഇവിടെ നിന്ന് റൈറ്റിലേക്കാണ്. അങ്ങനെയാണെങ്കിൽ അതിന് പാരലായിട്ടുള്ള സർഫസിൽ ടുവേർഡ്സ് ലെഫ്റ്റ് മാർക്ക് ചെയ്യുന്നു. ഓക്കെ, പിന്നെ സിയിലേക്കാണ് ഈ ഒരു ഷിയറിംഗ് സ്ട്രെസ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അഡ്ജസൻറ്റ് സൈഡായ BCയിൽ വന്നിട്ട് ഷിയറിംഗ് സ്ട്രെസ് മസ്റ്റ് ബി മാർക്ക് ടുവേർഡ്സ് C. ഓക്കെ, അപ്പം സിയിലേക്കാണ് 2 ഷിയറിംഗ് സ്ട്രെസ്സുകൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ എയിലേക്കാണ് 2 ഷിയറിംഗ് സ്ട്രെസ്സുകൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെ BCയിൽ വന്നിട്ട് ഷിയറിംഗ് സ്ട്രെസ് ആക്ടിങ് ടുവേർഡ്സ് അപ്വേർഡ് ഡയറക്ഷൻ ആണെങ്കിൽ അതിന് പാരലായിട്ടുള്ള ഫേസിൽ ആക്ടിങ് ടുവേർഡ്സ് ഡൗൺവേർഡ് ഡയറക്ഷൻ ആയിരിക്കും. ഓക്കെ, ഇവിടെ ആക്ടിങ് ടുവേർഡ്സ് റൈറ്റ് സൈഡ് ആണെങ്കിൽ ഇവിടെ വരുമ്പോഴത്തേക്കും ആക്ടിങ് ടുവേർഡ്സ് ലെഫ്റ്റ് സൈഡ് ആയിരിക്കും. ഓക്കെ, ഇതാണ് ജനറൽ കൺവെൻഷൻ. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു സ്ക്വയർ എലമെൻറ്റിൻ്റെ അകത്ത് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ലോഡ് അപ്ലൈ ചെയ്തപ്പോഴത്തേക്കും എങ്ങനെയാണ് ലോഡ് അപ്ലൈ ചെയ്തത്? നമ്മളിവിടെ ബോട്ടം സർഫസ് ഫിക്സ് ചെയ്തതിന് ശേഷം ഈ ടോപ്പ് സർഫസിലായിട്ട് ടാൻജൻഷ്യൽ ലോഡ് കൊടുത്തിരിക്കുകയാണ്. ആ ടാൻജൻഷ്യൽ ലോഡിൻ്റെ ഇൻഫ്ലുവൻസിൽ ഇത് ഡീഫോംഡ് ആയിട്ട് പുതിയ പൊസിഷനായ ABC'D' ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇനിഷ്യലി ഇതിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ABCD ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് ടോട്ടൽ ആംഗിൾ വന്നിട്ട് 90 ഡിഗ്രി ആയിരുന്നു അല്ലേ? ഈ ലോഡ് കൊടുത്തപ്പോഴത്തേക്കും അവിടെ ഷിയറിംഗ് സ്ട്രെസ് ഡെവലപ്പ് ചെയ്തു. ഇതിന് ഡീഫോർമേഷനും സംഭവിച്ചിട്ടുണ്ട്. ഡീഫോംഡ് പൊസിഷൻ എന്ന് പറയുന്നത് ABC'D'. ഓക്കെ, ഇവിടെ സംഭവിച്ചിരിക്കുന്ന ചേഞ്ച് ഇൻ ആംഗിൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ചേഞ്ച് ഇൻ ആംഗിൾ എന്ന് പറയുന്നത് റൈറ്റ് ആംഗിളിൽ സംഭവിച്ചിരിക്കുന്ന ചേഞ്ച് എന്ന് പറയുന്നത് φ ആയിട്ടാണ് ചേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ φ ഇഫ് എക്സ്പ്രസ്ഡ് ഇൻ റേഡിയൻസ്. ഓക്കെ, ഈ φ എന്ന് പറയുന്ന ആംഗിളിൽ നമ്മൾ റേഡിയൻസിൽ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഷിയർ സ്ട്രെയിൻ എന്ന് മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, ശരി. അപ്പോൾ ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ കൺസിഡർ എ സ്ക്വയർ എലമെൻറ്റ് ABCD അണ്ടർ ദി ആക്ഷൻ ഓഫ് സിമ്പിൾ ഷിയർ സ്ട്രെസ് ടോ. ഓക്കെ, എലമെൻറ്റ് ഗെറ്റ്സ് ഡിസ്റ്റോർട്ടഡ് വിത്ത് ടോട്ടൽ ചേഞ്ച് ഇൻ കോർണർ ആംഗിൾ ആസ് ±5. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ പോസിറ്റീവ് സൈഡിലേക്ക് മാർക്ക് ചെയ്തിരിക്കുന്നതുകൊണ്ട് +5 ആണ് എടുക്കുന്നത്. ±5 എന്നുള്ള ഓപ്ഷനാണ്. ഓക്കെ, ശരി. ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഇവിടുത്തെ ഈ ഡയഗണൽ എലമെൻറ്റായ AC' ആണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം AC എന്ന് പറയുന്നതായിരുന്നു ഒറിജിനൽ ഡയഗണൽ എലമെൻറ്റ്. പക്ഷേ അതിപ്പം ഡീഫോംഡ് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് അത് എന്തായിട്ട് മാറി? അത് AC' എന്നുള്ള പൊസിഷനിലേക്ക് മാറി. ഓക്കെ, അപ്പോൾ AC എന്ന് പറയുന്ന ഡയഗണലിനെ ഇവിടത്തേനെ വെച്ച് നോക്കുമ്പോൾ ACയുടെ ലെങ്ത് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ ഈ AC എന്ന് പറയുന്ന ഡയഗണലിൽ ആക്ച്വലി സ്ട്രെയിൻ ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ സ്ട്രെയിൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ലീനിയർ സ്ട്രെയിൻ ഇൻ ഡയഗണൽ AC. ഓക്കെ, സ്ട്രെയിൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഫൈനൽ ലെങ്ത് മൈനസ് ഇനിഷ്യൽ ലെങ്ത് ബൈ ഇനിഷ്യൽ ലെങ്ത്. ഓക്കെ, ഫൈനൽ ലെങ്ത് എന്ന് പറയുന്നത് AC', ഇനിഷ്യൽ ലെങ്ത് എന്ന് പറയുന്നത് AC. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഡയഗണലിൽ സംഭവിച്ചിരിക്കുന്ന സ്ട്രെയിനിങ്ങിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അത് ലീനിയർ സ്ട്രെയിൻ ഇൻ ഡയഗണൽ AC = ചേഞ്ച് ഇൻ ലെങ്ത്. ഓക്കെ, ചേഞ്ച് ഇൻ ലെങ്ത് AC' മൈനസ് AC ദ ഹോൾ ഡിവൈഡഡ് ബൈ AC. ഓക്കെ, ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ഡെറിവേഷന് വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? ഡ്രോ എ പെർപെൻഡിക്കുലർ ഫ്രം C to AC'. ഓക്കെ, സിയിൽ നിന്ന് നമ്മുടെ ഈ AC' എന്ന് പറയുന്ന പുതിയ ഡയഗണലിലേക്ക് ഓക്കെ അല്ലെങ്കിൽ ഫൈനൽ ലെങ്ത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഒരു പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്യുകയാണ്. ഈ പെർപെൻഡിക്കുലർ ഇവിടെ മീറ്റ് ചെയ്യുന്ന പോയിന്റിന് കൊടുത്തിരിക്കുന്ന പേരെന്ന് പറയുന്നത് ക്യാപിറ്റൽ E. പെർപെൻഡിക്കുലർ മീറ്റ് ചെയ്ത പോയിന്റിന് കൊടുത്ത പേര് ക്യാപിറ്റൽ E. ഓക്കെ, ശരി. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇവിടെ AC' പകരം AC' എന്ന് പറയുന്ന ഈ ടോട്ടൽ ലെങ്ത്തിന് പകരം AE ഓക്കെ AE + EC' എന്ന് കൊടുക്കാം.
ഓക്കെ, എ സി ഡാഷിന് പകരം എ ഇ പ്ലസ് ഇ സി ഡാഷിന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ എ ഇ പ്ലസ് ഇ സി ഡാഷ് മൈനസ് ഓഫ് എ സി ദ ഹോൾ ഡിവൈഡഡ് ബൈ എ സി എന്നായി. ഓക്കെ, തൊട്ട് മുമ്പത്തെ ഇക്വേഷനിൽ വന്നിരിക്കുന്ന ചേഞ്ചാണ്. എ സി ഡാഷിന് പകരം എ ഇ പ്ലസ് ഇ സി ഡാഷ് എന്ന് കൊടുത്തു. ഓക്കെ, ശരി. അപ്പം ഇത് ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും എയുടെ വാല്യൂ എന്ന് പറയുന്നത് എ സിക്ക് ഈക്വൽ ആയിട്ടാണ് എടുക്കുന്നത് അല്ലേ. എ ഇ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ ഓൾമോസ്റ്റ് ഈക്വൽ ടു എ സി അല്ലേ. എയുടെ വാല്യൂ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഈക്വൽ ടു എ സി ആണ്. ഓക്കെ, അപ്പോൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും എയും എ സിയും ക്യാൻസൽ ചെയ്തു പോകും. ബാക്കി റിമൈനിങ് പോർഷൻ എന്ന് പറയുന്നത് സ്ട്രെയിൻ ഈക്വൽ ടു ഇ സി ഡാഷ് ബൈ എ സി, ഇ സി ഡാഷ് ബൈ എ സി. ഓക്കെ, അപ്പം we are assuming that the value of AC is approximately equal to A. ACയുടെ ലെങ്ത് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി എയുടെ ലെങ്ത്തിന് ഈക്വൽ ആയിട്ട് എടുക്കുകയാണ്. അതുകൊണ്ടാണ് ആ ടേംസ് ക്യാൻസൽ ചെയ്ത് പോയിട്ട് ബാക്കി എപ്സിലോൺ ഈക്വൽ ടു ഇ സി ഡാഷ് ബൈ എ സി എന്നുള്ളത് കിട്ടിയത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വന്നിട്ട് ഇൻ ട്രയാങ്കിൾ സി ഇ സി ഡാഷ്. ഓക്കെ, സി ഇ സി ഡാഷ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ ചെറിയ ട്രയാങ്കിളാണ് സി ഇ സി ഡാഷ്. ഓക്കെ, ആ ട്രയാങ്കിളിൽ വന്നിട്ട് ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 45 ഡിഗ്രി ആയിട്ട് എടുക്കാം. ഓക്കെ, ചെറിയൊരു വേരിയേഷൻ കാണും, ബട്ട് ഓൾമോസ്റ്റ് ഈക്വൽ ടു 45 ഡിഗ്രി. അപ്പോൾ ഇത്രയും പോർഷൻ്റെ ഒരു എൻലാർജ്ഡ് സ്കെച്ചാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു റീജിയൻ്റെ ഒരു എൻലാർജ്ഡ് സ്കെച്ചാണ് ഇവിടെ വീണ്ടും എടുത്ത് വരച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇപ്പം നമ്മൾ കൺസിഡർ ചെയ്യുന്നത് സി ഇ സി ഡാഷ് എന്ന് പറയുന്ന ട്രയാങ്കിളാണ്. ഓക്കെ, സി ഇ സി ഡാഷ് എന്ന് പറയുന്ന ട്രയാങ്കിളിൽ ഈ ആംഗിൾ 45 ഡിഗ്രിയാണ്. അപ്പോൾ നമ്മൾ എന്താ പറയുന്നത്, കോസ് 45 അല്ലേ. കോസ് 45 ആകുമ്പോഴത്തേക്കും അഡ്ജസൻറ്റ് സൈഡ് ഇ സി ഡാഷ് ദ ഹോൾ ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസായ സി സി ഡാഷ്, ഇ സി ഡാഷ് ഡിവൈഡഡ് ബൈ സി സി ഡാഷ്. ഓക്കെ, ശരി. ഇതിനുള്ളിൽ നിന്ന് ഇ സി ഡാഷ് എന്ന് പറയുന്നത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും സി സി ഡാഷ് കോസ് 45 എന്നുള്ള വാല്യൂ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഇവിടുത്തെ ഈ സി സി ഡാഷ് എന്ന് പറയുന്ന വാല്യൂവിന് പകരമുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പോകാം. അപ്പോൾ നമ്മൾ എടുക്കുന്ന അസംപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എൻറ്റയർ യൂണിറ്റിനെ എനിക്ക് ഒരു സർക്കിളിൻ്റെ പോർഷനായിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, വിത്ത് ബി സി ആസ് ദി റേഡിയസ്, ബി സി അല്ലെങ്കിൽ സി സി ഡാഷ് റേഡിയസ് വരുന്ന രീതിയിൽ ഒരു സർക്കിളായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ആ സർക്കിളിൻ്റെ സെൻറ്റർ വന്നിട്ട് ബിയിലാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ സർക്കിൾ ഇത്രയും പോർഷൻ എന്ന് പറയുന്നത് സി സി ഡാഷ് എന്ന് പറയുന്ന ഈ ഒരു റീജിയൻ എന്ന് പറയുന്നത് നമ്മുടെ സർക്കിളിൻ്റെ ഒരു ആർക്കായിട്ട് വരും ഈ ഒരു പോർഷൻ സി സി ഡാഷ്. ഓക്കെ, അപ്പോൾ ഈ ആർക്ക് ലെങ്ത് കിട്ടാൻ വേണ്ടി നമുക്കറിയുന്ന റിലേഷൻ എന്താണ്, ലെങ്ത് ഓഫ് ദി ആർക്ക്. ഓക്കെ, ലെങ്ത് ഓഫ് ദി ആർക്ക് എൽ ഈക്വൽ ടു ആർ ഇൻറ്റു തീറ്റ. ഓക്കെ, അപ്പോൾ ഇവിടെ റേഡിയസ് ഓഫ് ദി സർക്കിൾ ആറും ഓക്കെ ഇവിടെ ടേൺ ചെയ്തിരിക്കുന്ന ആംഗിൾ തീറ്റയും ആണെങ്കിൽ ആർക്ക് ലെങ്ത് സി സി ഡാഷ് കിട്ടാനുള്ള ഫോമുല എൽ ഈക്വൽ ടു ആർ ഇൻറ്റു തീറ്റ. ഓക്കെ, നമ്മുടെ കേസിൽ ആർക്ക് ലെങ്ത് ഏതാണ്, സി സി ഡാഷ് എന്ന് പറയുന്നതാണ് നമ്മുടെ ആർക്കിൻ്റെ പൊസിഷൻ. ഓക്കെ, അപ്പോൾ ആ സി സി ഡാഷ് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ബി സി എന്ന് പറയുന്ന സർക്കിളിൻ്റെ റേഡിയസിനെ ഇവിടെ ടേൺ ചെയ്തിരിക്കുന്ന ആംഗിൾ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ബി സി ഇൻറ്റു 5. ഓക്കെ, സി സി ഡാഷ് ഈക്വൽ ടു ബി സി ഇൻറ്റു 5. എൽ ഈക്വൽ ടു ആർ തീറ്റ എന്നുള്ള റിലേഷനാണ് ഇവിടെ എടുത്ത് എഴുതിയിരിക്കുന്നത്. ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത് സി സി ഡാഷും റേഡിയസ് എന്ന് പറയുന്നത് ബി സിയും ആംഗിൾ ടേൺഡ് എന്ന് പറയുന്നത് 5 ആണ്. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് ഈ കിട്ടിയ സി സി ഡാഷിൻ്റെ വാല്യൂ നമ്മളെടുത്ത് ഈ തൊട്ട് മുമ്പത്തെ ഇക്വേഷനിലേക്ക് എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, തൊട്ട് മുമ്പത്തെ ഇക്വേഷനിൽ സി സി ഡാഷിന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, ബി സി ഇൻറ്റു 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ റിലേഷൻ ഇ സി ഡാഷ് ഈക്വൽ ടു ബി സി ഇൻറ്റു 5 ഇൻറ്റു കോസ് 45. ഓക്കെ, ഇത് വന്നിട്ട് ഇക്വേഷൻ 1ഉം ഓക്കെ ഇവിടെ വന്നിട്ട് ഇക്വേഷൻ 2ഉം ആയിട്ട് മാർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഈ ഒരു ചെറിയ ട്രയാങ്കിൾ സി ഇ സി ഡാഷ് കൺസിഡർ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഇവിടുത്തെ ഈ ബിഗർ ട്രയാങ്കിളായ എ ബി സി കൺസിഡർ ചെയ്യുകയാണ്. ഓക്കെ, എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ അകത്ത് ഈ ആംഗിൾ എന്ന് പറയുന്നത് 45 ഡിഗ്രിയാണ്. എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ അകത്ത് ഈ ആംഗിൾ വന്നിട്ട് 45 ഡിഗ്രി. ഓക്കെ, ശരി. അപ്പോൾ കോസ് 45 പറയുമ്പോഴത്തേക്കും അഡ്ജസൻറ്റ് സൈഡ് എ ബി ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ് എ സി അല്ലേ. അപ്പോൾ എ ബി ബൈ എ സി, അതിൽ നിന്ന് എ സി എഴുതുമ്പോഴത്തേക്കും എ ബി ഹോൾ ഡിവൈഡഡ് ബൈ കോസ് 45. അത് ഇക്വേഷൻ 3 ആയിട്ട് കൊടുത്തു. ഓക്കെ, ഇനി നമ്മൾ തൊട്ട് മുമ്പത്തെ സ്റ്റെപ്പിൽ ഒരു ഇക്വേഷൻ 2 ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. 2ഉം 3ഉം ഇക്വേഷൻ 2നും 3നും ഉള്ള വാല്യൂസ് നമ്മൾ എടുത്തിട്ട് ഇക്വേഷൻ 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. 2ഉം 3നും ഉള്ള വാല്യൂസ് ഇക്വേഷൻ 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇക്വേഷൻ 1 എന്ന് പറയുന്നത് എപ്സിലോൺ ഈക്വൽ ടു ഇ സി ഡാഷ് ബൈ എ സി, ഇ സി ഡാഷ് ബൈ എ സി. അതിൽ ഇ സി ഡാഷിന് പകരം ബി സി ഇൻറ്റു 5 ഇൻറ്റു കോസ് 45 ദി ഹോൾ ഡിവൈഡഡ് ബൈ എ സിക്ക് പകരം എ ബി ബൈ കോസ് 45. ഓക്കെ, എ ബി ബൈ കോസ് 45.
ഓക്കെ, ഇതിൻ്റെ അകത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ ആദ്യമേ തന്നെ എടുത്ത അസംഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ബി സി ഡി ഈസ് എ സ്ക്വയർ എലമെൻറ്റ്. അതുകൊണ്ട് തന്നെ എ ബിയുടെ ലെങ്ത്തും ബി സിയുടെ ലെങ്ത്തും സി ഡിയുടെ ലെങ്ത്തും എ ഡിയുടെ ലെങ്ത്തും ഓക്കെ, ഈ ലെങ്ത്തുകളെല്ലാം ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ റിലേഷനിലേക്ക് വരുമ്പോഴത്തേക്കും ബി സിയും എ ബിയും എന്തായിട്ട് വരും? ബി സിയും എ ബിയും സെയിം ആയിട്ട് വരും. ഓക്കെ, ഇവിടെ 5 ഇൻറ്റു കോസ് സ്ക്വയർ 45 എന്നാവും റിലേഷൻ. എ ബിയും ബി സിയും ക്യാൻസൽ ചെയ്തു പോകും. മിച്ചമുള്ളത് 5 ഇൻറ്റു കോസ് സ്ക്വയർ 45. ഓക്കെ, കോസ് 45 വന്നിട്ട് 1/√2 ആണ്. കോസ് സ്ക്വയർ 45 ആകുമ്പോഴത്തേക്കും 1/2 എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് എപ്സിലോൺ ഈക്വൽ ടു 5/2 എന്ന് കിട്ടി. എപ്സിലോൺ ഈക്വൽ ടു 5/2. ഓക്കെ, ശരി. അപ്പം ഇത് ഇക്വേഷൻ 4 ആയിട്ട് അസ്യൂം ചെയ്യാം. ഇക്വേഷൻ 4 ആയിട്ട് കൊടുക്കുക. ഓക്കെ, again we have modulus of rigidity. Okay, modulus of rigidity യുടെ ഡെഫിനിഷൻ എന്താണ്? ഇറ്റ് ഈസ് ദി റേഷ്യോ ഓഫ് ഷിയർ സ്ട്രെസ് ടു ഷിയർ സ്ട്രെയിൻ അല്ലേ? ഇറ്റ് ഈസ് ദി റേഷ്യോ ഓഫ് ഷിയർ സ്ട്രെസ് ടു ഷിയർ സ്ട്രെയിൻ. ഓക്കെ, അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇവിടെ ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മൾ ടോ ആയിട്ടും ഷിയർ സ്ട്രെയിൻ എന്ന് പറയുന്നത് 5 ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് 5 ഈക്വൽ ടു ടോ ബൈ ജി എന്ന് എഴുതും. ഓക്കെ, ജി ഈക്വൽ ടു ടോ ബൈ 5 അല്ലെങ്കിൽ 5 ഈക്വൽ ടു ടോ ബൈ ജി. അത് ഇക്വേഷൻ 5 ആയിട്ട് എടുത്തു. ഓക്കെ, ശരി. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇക്വേഷൻ 5 in 4. ഓക്കെ, ഈ 5th ഇക്വേഷൻ നമ്മൾ 4th ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും 5ക്ക് പകരം എന്താ കൊടുക്കുന്നത്? ടോ ബൈ ജി എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ടോ ബൈ ജി എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ ഇവിടെ കൊടുക്കുമ്പോഴത്തേക്കും എപ്സിലോൺ ഈക്വൽ ടു ടോ ബൈ 2g എന്ന് വരും. എപ്സിലോൺ ഈക്വൽ ടു ടോ ബൈ 2g. അത് വന്നിട്ട് ഇക്വേഷൻ 6 ആയിട്ട് എടുത്തു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു എലമെൻറ്റിനെയാണ് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ സ്ട്രെയിൻ ചെയ്യുന്നത്. ഓക്കെ, ലോഡ് ചെയ്തിരിക്കുന്നത് അതിൽ ടാൻജൻഷ്യൽ ലോഡ് കൊടുക്കണം. ടാൻജൻഷ്യൽ ലോഡ് കൊടുത്തപ്പോഴത്തേക്ക് ഈ സ്ക്വയർ എലമെൻറ്റ് ഡീഫോംഡ് ആയിട്ട് ഒരു പാരലോഗ്രാം അല്ലെങ്കിൽ റോംബസിൻ്റെ ഷേപ്പിലേക്ക് മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ആ ഒരു ഷേപ്പ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുവാണെങ്കിൽ 2 ഡയഗണൽസ് ആണ് ഈ ഷേപ്പിൽ വരുന്നത്. ഒരെണ്ണം എന്ന് പറയുന്നത് എ സി ഡാഷും മറ്റൊരെണ്ണം എന്ന് പറയുന്നത് ബി ഡി ഡാഷും. ഓക്കെ, അപ്പം എ സി എന്ന് പറയുന്ന ഡയഗണലിൻ്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്തിട്ടാണ് എ സി ഡാഷിലേക്ക് മാറിയിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ ഒറിജിനൽ സ്ക്വയർ എലമെൻറ്റിൽ എ സി ആയിരുന്നു ഡയഗണൽ, അതിൻ്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്തിട്ട് എ സി ഡാഷായിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി സെക്കൻഡ് ഡയഗണൽ എന്ന് പറയുന്നത് ബി ഡി ആയിരുന്നു, അതിൻ്റെ ലെങ്ത് ഡിക്രീസ് ചെയ്തിട്ട് ബി ഡി ഡാഷിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് പറയാൻ പറ്റും എ സി ഡാഷ് ഈസ് അണ്ടർ എ ടെൻസൈൽ ലോഡും ഓക്കെ, അല്ലെങ്കിൽ ഈസ് അണ്ടർ ടെൻസൈൽ സ്ട്രെസ്സും പിന്നെ ഈ പറയുന്ന ബി ഡി ഡാഷ് ഈസ് അണ്ടർ കംപ്രസീവ് സ്ട്രെസ്സും. ഓക്കെ, എ സി ഡാഷ് എന്ന് പറയുന്നത് ടെൻസൈൽ സ്ട്രെസ്സിലും ബി ഡി ഡാഷ് എന്ന് പറയുന്നത് കംപ്രസീവ് സ്ട്രെസ്സിലുമാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ എ സി ഡാഷിൽ ടെൻസൈൽ സ്ട്രെസ്സാണ്. ഓക്കെ, കാരണം അതിൻ്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ്. ബി ഡി ഡാഷിൽ വന്നിട്ട് കംപ്രസീവ് സ്ട്രെസ്സാണ്, കാരണം അവിടെ ലെങ്ത് വന്നിട്ട് ഡിക്രീസ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇനി ഫോർ എ സ്റ്റേറ്റ് ഓഫ് സിമ്പിൾ ഷിയർ ഓൺ 2 perpendicular planes for planes at 45 degree okay are under tensile stress. ഓക്കെ, അതായത് ഡയഗണൽ എ സി ഡാഷ് എന്ന് പറയുന്നത് ടെൻസൈൽ സ്ട്രെസ്സിലും ഫോർ പ്ലെയിൻസ് അറ്റ് 135 ഡിഗ്രി. ഓക്കെ, 135 ഡിഗ്രി എന്ന് പറയുന്നത് ഇവിടുത്തെ ടോട്ടൽ ആംഗിളാണ് 135 ഡിഗ്രി എന്ന് പറയുന്നത്. ഓക്കെ, 135 ഡിഗ്രി. ഓക്കെ, ഈ ആംഗിൾ എന്ന് പറയുന്നത് 45 ഡിഗ്രി ആയിട്ട് എടുക്കും. ഓക്കെ, അപ്പോൾ 45 ഡിഗ്രി ഇൻക്ലിനേഷനുള്ള ആംഗിൾ ടെൻസൈൽ സ്ട്രെസ്സിനും ഈ പറയുന്ന 45 ഡിഗ്രി ഇൻക്ലിനേഷനുള്ള ലൈൻസ് വന്നിട്ട് ടെൻസൈൽ സ്ട്രെസ്സിലും 135 ഡിഗ്രിയിൽ വരുന്നതെന്ന് പറയുന്നത് അവിടെ കംപ്രസീവ് സ്ട്രെസ്സിലുമാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വന്നിട്ട് കംപ്രസീവ് സ്ട്രെസ്. ഓക്കെ, ശരി. അപ്പം ഇത് രണ്ടും തമ്മിൽ മ്യൂച്വലി പെർപെൻഡിക്കുലറാണ്. ഓക്കെ, എ സി ഡാഷും ബി ഡി ഡാഷും ഓൾമോസ്റ്റ് 90 ഡിഗ്രിയിലായിരിക്കും നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് എഗെയിൻ സ്ട്രെയിൻ ഇൻ ഡയഗണൽ ഏതാണ്? എ സി നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, ഇവിടെ വന്നിട്ട് സ്ട്രെയിൻ ഇൻ ഡയഗണലാണ് കേട്ടോ. സ്ട്രെയിൻ ഇൻ ഡയഗണൽ. ഓക്കെ, സ്ട്രെയിൻ ഇൻ ഡയഗണൽ എ സി. ഓക്കെ, സ്ട്രെയിൻ ഇൻ ഡയഗണൽ എ സി ഇത്തവണ പറയുമ്പോഴത്തേക്കും എപ്സിലോൺ ഈക്വൽ ടു ടോ ബൈ ഇ മൈനസ് ന്യൂ ഇൻറ്റു മൈനസ് ഓഫ് ടോ ബൈ ഇ. ഇതെങ്ങനെയാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ബൈആക്സിയൽ ലോഡിങ്ങിൽ പഠിച്ചിട്ടുണ്ട്. എപ്സിലോൺ 1 ഈക്വൽ ടു സിഗ്മ 1 ബൈ ഇ മൈനസ് ന്യൂ സിഗ്മ 2 ബൈ ഇ. ഓക്കെ, ഇത് ബൈആക്സിയൽ ലോഡിങ്ങിലുള്ള റിലേഷനാണ്. ഓക്കെ, ബൈആക്സിയൽ ലോഡിങ്. അപ്പോൾ ആ സെയിം റിലേഷനാണ് നമ്മൾ ഇവിടെയും യൂസ് ചെയ്തിരിക്കുന്നത്. ബൈആക്സിയൽ ലോഡിങ്ങിൽ സ്ട്രെയിൻ കണ്ടുപിടിക്കാനുള്ള റിലേഷനാണ്. ഓക്കെ, അപ്പം സ്ട്രെയിനിന് എലോങ് ദി ഡയഗണൽ എ സി വേണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സിഗ്മ 1 സിഗ്മ 2 എന്ന് പറയുന്നത് സിഗ്മ 1ന് പകരം ടോയും സിഗ്മ 2ന് പകരം മൈനസ് ടോയുമാണ് കൊടുത്തിരിക്കുന്നത്.
ഓക്കെ, അപ്പം ടോ ബൈ ഇ മൈനസ്, അതായത് ഇ മൈനസ് ന്യൂ ഇൻറ്റു പിന്നെ സിഗ്മ 2ന് പകരം -2 ബൈ ഇ. ഓക്കെ, ശരി. ഇക്വേഷനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ എപ്സിലോൺ ഈക്വൽ ടു ടോ ബൈ ഇ ഇൻറ്റു 1 പ്ലസ് ന്യൂ. ഇത് വന്നിട്ട് ഇക്വേഷൻ 7 ആയിട്ട് എടുക്കുവാണ്. നെക്സ്റ്റ് ഇക്വേറ്റിംഗ് ഇക്വേഷൻസ് 6 ആൻഡ് 7. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം എടുത്തിരിക്കുന്ന 6ഉം 7ഉം തമ്മിൽ ഇക്വേറ്റ് ചെയ്യണം. കാരണം രണ്ട് ഇക്വേഷൻസിൻ്റെ ലെഫ്റ്റ് സൈഡ് വന്നിട്ട് എപ്സിലോൺ ആയിരുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ നേരത്തെ എഴുതിയ ഇക്വേഷൻ 6ലും ലെഫ്റ്റ് സൈഡിൽ എപ്സിലോൺ ആണ്. ഇപ്പോൾ എഴുതിയിരിക്കുന്ന ഇക്വേഷൻ 7ലും വന്നിട്ട് ലെഫ്റ്റ് സൈഡിൽ വന്നിട്ട് എപ്സിലോൺ ആണ് ഇക്വേഷനിൽ നിൽക്കുന്നത്. ഓക്കെ, അപ്പം ലെഫ്റ്റ് സൈഡുകൾ സെയിം ആയതുകൊണ്ട് നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ടോ ബൈ 2g ഈക്വൽ ടു ടോ ബൈ ഇ ഇൻറ്റു 1 പ്ലസ് ന്യൂ. ഓക്കെ, ടോ ബൈ ഇ ഇൻറ്റു 1 പ്ലസ് ന്യൂ. ഓക്കെ, ഇക്വേഷൻ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്കും ഇ ഈക്വൽ ടു 2g ഇൻറ്റു 1 പ്ലസ് ന്യൂ. ഓക്കെ, ഇത് നമ്മുടെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, മോഡുലസ് ഓഫ് റിജിഡിറ്റി, പോസോൺസ് റേഷ്യോയും തമ്മിലുള്ള റിലേഷനാണ്. ഓക്കെ, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, മോഡുലസ് ഓഫ് റിജിഡിറ്റി, പോസോൺസ് റേഷ്യോ തമ്മിലുള്ള റിലേഷനാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, തേർഡ് റിലേഷൻ വന്നിട്ട് റിലേഷൻ ബിറ്റ്വീൻ ഇ, ജി ആൻഡ് കെ. ഇ വന്നിട്ട് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, ജി വന്നിട്ട് മോഡുലസ് ഓഫ് റിജിഡിറ്റി, കെ വന്നിട്ട് ബൾക്ക് മോഡുലസ്. ഓക്കെ, അപ്പം ഈ റിലേഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടി, ഇയും ജിയും കെയും ഡിറൈവ് ചെയ്യാൻ വേണ്ടി നമ്മൾ തൊട്ട് മുമ്പ് ഡിറൈവ് ചെയ്തിരിക്കുന്ന രണ്ട് റിലേഷൻസ് യൂസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഡെറിവേഷനിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ഫസ്റ്റ് റിലേഷൻ എന്ന് പറയുന്നത് ഇ ഈക്വൽ ടു 3k ഇൻറ്റു 1 മൈനസ് 2 ന്യൂ, അത് ഇക്വേഷൻ എ ആയിട്ട് എടുത്തു. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഇ ഈക്വൽ ടു 2g ഇൻറ്റു 1 പ്ലസ് ന്യൂ, അത് ഇക്വേഷൻ ബി ആയിട്ട് എടുത്തു. ഓക്കെ, ഇക്വേഷൻ എനെ റീഅറേഞ്ച് ചെയ്തിട്ട്, ഓക്കെ, ഇ ഈക്വൽ ടു 3k ഇൻറ്റു 1 മൈനസ് 2 ന്യൂ എന്ന് പറയുന്ന ഇക്വേഷൻ എനെ റീഅറേഞ്ച് ചെയ്തിട്ട് അതിനുള്ളിൽ നിന്ന് ന്യൂവിൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് എഴുതിയിരിക്കുകയാണ്. അപ്പോൾ ന്യൂ ഈക്വൽ ടു 1/2 ഇൻറ്റു 1 മൈനസ് ഇ ബൈ 3k. ഓക്കെ, അത് ഇക്വേഷൻ സി ആയിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെ ഇക്വേഷൻ ബീനെ റീഅറേഞ്ച് ചെയ്തിട്ട് അതിനുള്ളിൽ നിന്നും ന്യൂവിൻ്റെ വാല്യൂ, പോസോൺസ് റേഷ്യോയുടെ വാല്യൂ എടുത്തിരിക്കുകയാണ്. പോസോൺസ് റേഷ്യോ വന്നിട്ട് E/2g മൈനസ് 1 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇത് ഇക്വേഷൻ സിയും ഇത് വന്നിട്ട് ഇക്വേഷൻ ഡിയുമായിട്ട് വരും. ഓക്കെ, ഫ്രം ഇക്വേഷൻ സി ആൻഡ് ഡി. ഓക്കെ, ഇനി സിയും ഡിയും കമ്പയർ ചെയ്യുകയാണെങ്കിൽ രണ്ടിൻ്റെയും ലെഫ്റ്റ് സൈഡിൽ വന്നിട്ട് ന്യൂ ആണ് നിൽക്കുന്നത്. അപ്പോൾ അത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഹാഫ് ഇൻറ്റു 1 മൈനസ് ഇ ബൈ 3k ഈക്വൽ ടു E/2g മൈനസ് 1. E/2g മൈനസ് 1. ഇക്വേഷനെ സിംപ്ലിഫൈ ചെയ്യുക. ഇക്വേഷനെ സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും E ഈക്വൽ ടു 9kg ദ ഹോൾ ഡിവൈഡഡ് ബൈ 3k പ്ലസ് g. ഓക്കെ, E is the modulus of elasticity, K is the bulk modulus, G is the modulus of rigidity. ഓക്കെ, ഇങ്ങനെയാണ് ഈ ടേംസ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ച 3 റിലേഷൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇ ഈക്വൽ ടു 3k ഇൻറ്റു 1 മൈനസ് 2 ന്യൂ. ഓക്കെ, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, ബൾക്ക് മോഡുലസ്, പോസോൺസ് റേഷ്യോ തമ്മിലുള്ള റിലേഷൻ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഇ ഈക്വൽ ടു 2g ഇൻറ്റു 1 പ്ലസ് ന്യൂ, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, മോഡുലസ് ഓഫ് റിജിഡിറ്റി, പോസോൺസ് റേഷ്യോയും തമ്മിലുള്ള റിലേഷൻ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇ ഈക്വൽ ടു 9kg ബൈ 3k പ്ലസ് g. അപ്പോൾ ഈ റിലേഷൻ്റെ അകത്ത് പോസോൺസ് റേഷ്യോയിൽ ഇയും കെയും ജിയും തമ്മിലുള്ള റിലേഷനാണ്. ഓക്കെ, അപ്പം ഈ ഇപ്പോൾ പറഞ്ഞ 3 ഡെറിവേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതിന് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസും ചോദിക്കാറുണ്ട്. ഡെറിവേഷനായിട്ടും ചോദിച്ച് കാണുന്നുണ്ട്, അതുപോലെ തന്നെ പ്രോബ്ലമായിട്ടും ന്യൂമറിക്കൽസും ചോദിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് റിലേഷൻ ബിറ്റ്വീൻ ഇലാസ്റ്റിക് കോൺസ്റ്റൻസിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു പ്രോബ്ലമാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിൽ എ ബാർ ഓഫ് 24 millimeter diameter and 400 millimeter length is acted upon by an axial load of 38 kilonewton. The elongation of the bar and change in diameter is measured as 0.165 millimeter and 0.0031 millimeter respectively. Determine Poisson's ratio and value of elastic constants. Determine Poisson's ratio and value of elastic constants. Okay, അപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആ ക്വസ്റ്റ്യനിലെ ഡേറ്റാസ് വായിച്ച് മനസ്സിലാക്കിയിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ഫിഗർ വരയ്ക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നമ്മുടെ ഇനിഷ്യലി ഉള്ള സിലിണ്ട്രിക്കൽ റോഡ് അല്ലേ, ബാർ എലമെൻ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം ബാർ എലമെൻറ്റ്സ് യൂഷ്വലി സർക്കുലർ ഇൻ ക്രോസ് സെക്ഷൻ ആയിരിക്കും. അതിന് ഒരു ലെങ്ത് ഉണ്ട്. ഓക്കെ, അതിൻ്റെ ലെങ്ത്ത് വന്നിട്ട് നമ്മൾ ക്യാപിറ്റൽ അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ എൽ. ഓക്കെ, അപ്പം ഈ ഒരു എൽ കൊണ്ടാണ് ലെങ്ത്ത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഡി വന്നിട്ട് അതിൻ്റെ ഡയമീറ്റർ. ഓക്കെ, ഈ 5 എന്നുള്ളത് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഡയമീറ്റർ എന്നുള്ളത് മെൻഷൻ ചെയ്യാൻ വേണ്ടിയാണ്.
ഓക്കെ, ഡി ഈസ് ദി ഡയമീറ്റർ. ഓക്കെ, അപ്പം ഇനിഷ്യൽ ഡയമെൻഷൻസ് നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇനിഷ്യൽ ഡയമെൻഷൻസ് വന്നിട്ട് ഡയമീറ്റർ ഡി ഈക്വൽ ടു 24 മില്ലിമീറ്ററും ലെങ്ത് എൽ ഈക്വൽ ടു 400 മില്ലിമീറ്റർ. ഓക്കെ, ഇതിൻ്റെ അകത്ത് നമ്മൾ ആക്സിലി ലോഡ് ചെയ്യുവാണ് അല്ലേ. ആക്സിലി ലോഡ് ചെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ലെങ്ത്ത് ഇപ്പം ഇത്രത്തോളം ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ലെങ്ത്ത് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡയമീറ്റർ എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്തിട്ടുണ്ട്. ഡയമീറ്റർ ആദ്യം ഡി ഉണ്ടായിരുന്നു അല്ലേ, അപ്പോൾ അത് റെഡ്യൂസ് ചെയ്ത് ഇത്രത്തോളമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ചേഞ്ച് ഇൻ ഡയമെൻഷൻസ് ആണ് പിന്നെ തന്നിരിക്കുന്നത്. അപ്പോൾ ചേഞ്ച് ഇൻ ഡയമെൻഷൻസ്, ചേഞ്ച് ഇൻ ഡയമീറ്റർ വന്നിട്ട് ഡെൽറ്റ ഡി ഈക്വൽ ടു 0.0031 മില്ലിമീറ്ററും ചേഞ്ച് ഇൻ ലെങ്ത് ഡെൽറ്റ എൽ ഈക്വൽ ടു 0.165 മില്ലിമീറ്റർ. ഓക്കെ, ശരി. അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഡേറ്റാസ് എല്ലാം ഐഡൻറ്റിഫൈ ചെയ്തു, അതിനനുസരിച്ച് ഫിഗറും വരച്ചു. ഓക്കെ, അതിനുശേഷം നമ്മൾ കണ്ടുപിടിക്കേണ്ട കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന പോസോൺസ് റേഷ്യോ ന്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വാല്യൂ ഓഫ് ഇലാസ്റ്റിക് കോൺസ്റ്റൻസ് ക്യാപിറ്റൽ ഇ, ജി ആൻഡ് കെ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഫസ്റ്റ് പോസോൺസ് റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, പോസോൺസ് റേഷ്യോയ്ക്ക് നമുക്കറിയാവുന്ന റിലേഷൻ എന്ന് പറയുന്നത് പോസോൺസ് റേഷ്യോ വന്നിട്ട് ന്യൂ, പോസോൺസ് റേഷ്യോ ന്യൂ ഈക്വൽ ടു lateral strain divided by longitudinal strain. Lateral strain by longitudinal strain. ഓക്കെ, അപ്പം ആ ലാറ്ററൽ സ്ട്രെയിൻ ആകുമ്പോഴത്തേക്കും നമ്മൾ ലോഡ് ചെയ്യുന്ന ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ളത്, ലോഡ് ചെയ്യുന്നത് എലോങ് ദി ലെങ്ത് ആണ്. ഓക്കെ, അപ്പോൾ എല്ലിൻ്റെ ഡയറക്ഷനിലാണ് നമ്മൾ ലോഡിങ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്നത് ഡയമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഡെൽറ്റ ഡി ബൈ ഡി ദ ഹോൾ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എൽ ബൈ എൽ. ഓക്കെ, ലാറ്ററൽ സ്ട്രെയിൻ വന്നിട്ട് ഡെൽറ്റ ഡി ബൈ ഡിയും ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ വന്നിട്ട് ഡെൽറ്റ എൽ ബൈ എൽ. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഡെൽറ്റ ഡിയുടെ വാല്യൂ ഉണ്ട്. ഓക്കെ, 0.0031 ഡിയുടെ വാല്യൂ ഉണ്ട്, ഡെൽറ്റ എല്ലിൻ്റെ വാല്യൂ ഉണ്ട്, എല്ലിൻ്റെ വാല്യൂ ഉണ്ട്. ഓക്കെ, അപ്പം ഇത് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ എല്ലാം സെയിം യൂണിറ്റ്സിലാണെന്നുള്ളത് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ മില്ലിമീറ്റർ, ഇവിടെയും മില്ലിമീറ്റർ. ഓക്കെ, അപ്പോൾ എല്ലാം സെയിം യൂണിറ്റ്സിലാണ്. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന ആൻസർ വന്നിട്ട് 0.0031. ഓക്കെ, ഡെൽറ്റ ഡിയുടെ വാല്യൂ ഡിവൈഡഡ് ബൈ ഡിയുടെ വാല്യൂ വന്നിട്ട് 24. ഓക്കെ, ഇതാണ് ഇവിടുത്തെ ന്യൂമറേറ്റർ. ദ ഹോൾ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എല്ലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.165 ഡിവൈഡഡ് ബൈ എൽ എന്ന് പറയുന്നത് 400. ഓക്കെ, ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്കും കിട്ടിയ ആൻസർ എന്ന് പറയുന്നത് 0.31. ഇതാണ് നമ്മുടെ പോസോൺസ് റേഷ്യോ. പോസോൺസ് റേഷ്യോയ്ക്ക് യൂണിറ്റ് കാണത്തില്ല, കാരണം സ്ട്രെയിൻ ബൈ സ്ട്രെയിൻ ആണ്. ലാറ്ററൽ സ്ട്രെയിൻ ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. അതിൽ സ്ട്രെയിൻ എന്ന് പറയുന്നത് ഡയമെൻഷൻലെസ് ആണ്. ഈ ഏതാണ് ലാറ്ററൽ സ്ട്രെയിൻ ആയാലും ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ആയാലും രണ്ടും ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റീസ് ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് സ്ട്രെയിനിന് ഡയമെൻഷൻ ഇല്ല, അതുകൊണ്ട് തന്നെ പോസോൺസ് റേഷ്യോയ്ക്കും ഡയമെൻഷൻ കാണത്തില്ല. ഓക്കെ, നെക്സ്റ്റ് കണ്ടുപിടിക്കുന്നത് വാല്യൂ ഓഫ് ഇലാസ്റ്റിക് കോൺസ്റ്റൻസ് ആണ്. അപ്പോൾ സെക്കൻഡ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ബി എന്ന് പറയുന്നത് വാല്യൂ ഓഫ് ഇലാസ്റ്റിക് കോൺസ്റ്റൻസ്. വാല്യൂ ഓഫ് ഇലാസ്റ്റിക് കോൺസ്റ്റൻസ്. ഓക്കെ, ഇലാസ്റ്റിക് കോൺസ്റ്റൻസ് വന്നിട്ട് ക്യാപിറ്റൽ ഇ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, ക്യാപിറ്റൽ ജി മോഡുലസ് ഓഫ് റിജിഡിറ്റി, കെ വന്നിട്ട് ബൾക്ക് മോഡുലസ്. ഓക്കെ, അപ്പം ഇതിൽ നമുക്കറിയാവുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഹാവ് ചേഞ്ച് ഇൻ ലെങ്ത്. ഓക്കെ, ചേഞ്ച് ഇൻ ലെങ്ത്. ഓക്കെ, ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറയുന്നത് ഡെൽറ്റ എൽ ഈക്വൽ ടു പി എൽ ബൈ എ ഇ. ഓക്കെ, ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് യൂണിഫോം ക്രോസ് സെക്ഷനുള്ള ഒരു റോഡിൽ അതിൻ്റെ ലെങ്ത്ത് വന്നിട്ട് എല്ലും ക്രോസ് സെക്ഷണൽ ഏരിയ എയും പിന്നെ അതിൻ്റെ അകത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന ലോഡ് പിയും ആണെങ്കിൽ അവിടുത്തെ ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറയുന്നത് പി എൽ ബൈ എ എന്ന് പഠിച്ചായിരുന്നു. ഓക്കെ, അപ്പോൾ പി എൽ ബൈ എ എന്നുള്ള റിലേഷൻ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ റിലേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഇ എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഇ എന്ന് പറയുന്നത് പി എൽ ഡിവൈഡഡ് ബൈ എ ഇൻറ്റു ഡെൽറ്റ എൽ എന്ന് എഴുതും. ഓക്കെ, ഈ ഇക്വേഷനെ ഒന്ന് റീഅറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് പി എന്ന് പറയുന്നത് നമ്മുടെ ലോഡാണ് അല്ലേ. ലോഡ് വന്നിട്ട് എത്രയാണ്? 38 × 10⁻3. ഓക്കെ,
ഇൻറ്റു എൽ എന്ന് പറയുന്നത് 400 മില്ലിമീറ്റേഴ്സ് അല്ലേ. എൽ വന്നിട്ട് 400 മില്ലിമീറ്റേഴ്സ്, ലോഡ് വന്നിട്ട് 38 കിലോ ന്യൂട്ടൺ ആണ്. അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്കും 38 കിലോനെ കൺവേർട്ട് ചെയ്യുമ്പോൾ 10⁻³ എന്ന് വരും. ഓക്കെ. പിന്നെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് സർക്കുലർ ക്രോസ് സെക്ഷൻ ആണ്. അപ്പോൾ π/4 d² അല്ലേ. അതിൽ നമ്മുടെ ഡയമീറ്റർ എന്ന് പറയുന്നത് 24 മില്ലിമീറ്റേഴ്സ് ആണ്. അപ്പോൾ π/4 × 24² ഇൻറ്റു ഡെൽറ്റ എൽ എന്ന് പറയുന്നത് ഡെൽറ്റ എൽ വന്നിട്ട് 0.165. ഓക്കെ. അപ്പം എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും എല്ലാം ബേസ് യൂണിറ്റ്സിലാക്കി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ് എപ്പോഴും എളുപ്പമായിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഇവിടെ ന്യൂട്ടൺസിലേക്ക് മാറ്റി, ലെങ്ത്തുകളെല്ലാം മില്ലിമീറ്റേഴ്സിലാണ്, ഏരിയ ആണെങ്കിൽ മില്ലിമീറ്റർ സ്ക്വയറിലുമാണ്. ഓക്കെ. അപ്പം ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 2.03 × 10⁵. ഓക്കെ. 2.03 × 10⁵ ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ. ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ. ഓക്കെ. നമുക്കറിയാം വി ഹാവ് 1 മെഗാപാസ്കൽ. ഒരു മെഗാപാസ്കൽ എന്ന് പറയുന്നത് 10⁻⁶ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ 1 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയറിന് ഈക്വലാണ്. ഓക്കെ. ഇത് സ്ട്രെസ്സിൻ്റെ യൂണിറ്റ്സ് പറഞ്ഞ സമയത്ത് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. 1 മെഗാപാസ്കൽ ഈക്വൽ ടു 10⁻⁶ പാസ്കൽ അല്ലെങ്കിൽ 10⁻⁶ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഇവിടെ മീറ്ററിന് പകരം നമ്മൾ മില്ലിമീറ്റർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും 1 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ എന്നാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ 2.03 × 10⁵ ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയറിന് പകരം 2.03 × 10⁵ മെഗാ പാസ്കൽ എന്ന് നമുക്ക് എഴുതാം. മെഗാ പാസ്കൽ. ഓക്കെ. 2.03 × 10⁵ മെഗാ പാസ്കൽ. ഓക്കെ. ഇതിനെ തന്നെ ഞാനൊന്ന് കൺവേർട്ട് ചെയ്തിട്ട് 2.03 × 10² × 10⁻³ മെഗാ പാസ്കൽ എന്ന് എഴുതാം. ഓക്കെ. ഒന്നുകൂടെ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2.03 × 10² ക്ലബ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 203. 10⁻³ മെഗാ പാസ്കൽ എന്ന് പറയുന്നത് 1 ഗിഗാ പാസ്കലാണ്. ഓക്കെ. അതെങ്ങനെയാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ഗിഗാ പാസ്കൽ ഈക്വൽ ടു 10⁻⁹ പാസ്കൽസ്. ഓക്കെ. ഈ 10⁻⁹ തന്നെ എനിക്ക് 10⁻³ × 10⁻⁶ പാസ്കൽസ് എന്ന് എഴുതും. ഓക്കെ. അല്ലെങ്കിൽ 10⁻³ മെഗാ പാസ്കൽ എന്ന് എഴുതും. 10⁻³ മെഗാ പാസ്കൽ എന്ന് നമുക്ക് ഇതിനെ മെൻഷൻ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ. അപ്പോൾ 1 ഗിഗാ പാസ്കലിനായിട്ട് ഗിഗാ പാസ്കലിനെ നമുക്ക് മെഗാ പാസ്കലിൻ്റെ ടേംസിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ 1 ഗിഗാ പാസ്കൽ എന്ന് പറയുന്നത് 10⁻³ മെഗാ പാസ്കലിന് ഈക്വലാണ്. 10⁻³ മെഗാ പാസ്കലിന് ഈക്വലാണ്. ഓക്കെ. അപ്പം ഇവിടെ നമുക്ക് ഇത്രയും വലിയ വാല്യൂ പറഞ്ഞ് മെൻഷൻ ചെയ്യുന്ന ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മളതിനെ കംഫർട്ടബിളായിട്ട് ഗിഗാ പാസ്കലിലേക്ക് കൺവേർട്ട് ചെയ്തു. ഓക്കെ. ഈ കൺവേർഷൻ നമ്മുടെ ഒരു കൺവീനിയൻസിന് വേണ്ടി ചെയ്യുന്നതാണ്. 203 ഗിഗാ പാസ്കലായിട്ട് കൺവേർട്ട് ചെയ്തു. ഓക്കെ. ശരി. നെക്സ്റ്റ്, അപ്പം ഇപ്പം നമ്മുടെ കയ്യിൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഉണ്ട്. തൊട്ട് മുമ്പത്തെ സ്റ്റെപ്പിൽ കാൽക്കുലേറ്റ് ചെയ്ത പോസോൺസ് റേഷ്യോ ഉണ്ട്. തൊട്ട് മുമ്പത്തെ സ്റ്റെപ്പിൽ കാൽക്കുലേറ്റ് ചെയ്ത പോസോൺസ് റേഷ്യോ ഉണ്ട്. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഈയുടെ വാല്യൂ ഉണ്ട്. ഓക്കെ. ഈ 2 വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കിയുള്ള ഇലാസ്റ്റിക് കോൺസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ. അപ്പോൾ ഇനി നമ്മുടെ ഇലാസ്റ്റിക് കോൺസ്റ്റൻസിൻ്റെ റിലേഷനിലേക്ക് പോകാം. ഓക്കെ. ഇലാസ്റ്റിക് കോൺസ്റ്റൻസിൻ്റെ റിലേഷൻ ഇതൊക്കെയാണ് വരുന്നത്. വി ഹാവ് ഫസ്റ്റ് റിലേഷൻ നോക്കുകയാണെങ്കിൽ E = 3K × 1 - 2 ന്യൂ അല്ലേ. E = 3K × 1 - 2 ന്യൂ. ഓക്കെ. ഇതിനുള്ളിൽ നിന്ന് നമുക്ക് ഇയുടെ വാല്യൂ എന്ന് പറയുന്നത് 203. ഓക്കെ. അത്രയും ഗിഗാ പാസ്കലാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. 3 × K × 1 - 2 × ന്യൂവിന് പകരം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത് 0.313. ഓക്കെ. ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് ഇതിനുള്ളിൽ നിന്ന് നമുക്ക് ഏതിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും? ഇതിനുള്ളിൽ നിന്ന് നമുക്ക് കെയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്കും 203 = 3K × കാൽക്കുലേഷൻ ഒന്ന് ചെയ്ത് നോക്കുക. 203 = 3K × 0.374 എന്ന് വരും. ചെയ്ത് നോക്കിയാൽ മതി. 0.374 എന്ന് ഈ വാല്യൂ
ഇത്രയും വാല്യൂവിന് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് അങ്ങനെ വരും. അതിനുള്ളിൽ നിന്ന് K ഈക്വൽ ടു 180.9 ഗിഗാ പാസ്കൽ. 180.9 ഗിഗാ പാസ്കൽ. ഈ കിട്ടിയത് ബൾക്ക് മോഡുലസ് ആണ്. ബൾക്ക് മോഡുലസ്. ഓക്കെ, ബൾക്ക് മോഡുലസ് ആണ് ഈ കാൽക്കുലേറ്റ് ചെയ്തത്. ഓക്കെ, ശരി. അപ്പോൾ ഇതാണ് ഒരു റിലേഷൻ. ഫസ്റ്റ് റിലേഷൻ്റെ അകത്തത് ഈ ന്യൂ അറിയായിരുന്നു, അതിൽ നിന്ന് ബൾക്ക് മോഡുലസ് കണ്ടുപിടിച്ചു. നെക്സ്റ്റ് വന്നിട്ട് വി ഹാവ് സെക്കൻഡ് റിലേഷൻ എന്താണ്? വി ഹാവ് E ഈക്വൽ ടു 2G ഇൻറ്റു 1 പ്ലസ് ന്യൂ. ഈക്വൽ ടു 2G ഇൻറ്റു 1 പ്ലസ് ന്യൂ. ഇതിൻ്റെ അകത്ത് E എന്ന് പറയുന്നത് വീണ്ടും 203 കൊടുക്കുക. 2G ഇൻറ്റു 1 പ്ലസ് ന്യൂവിന് പകരം നമ്മൾ 0.313 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ഓക്കെ, ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് 77.3 ഗിഗാ പാസ്കൽ. 77.3 ഗിഗാ പാസ്കൽസ് എന്ന് കിട്ടും. ഓക്കെ, ജി എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് റിജിഡിറ്റി. മോഡുലസ് ഓഫ് റിജിഡിറ്റി. മോഡുലസ് ഓഫ് റിജിഡിറ്റി ജി ഈക്വൽ ടു 77.3 ഗിഗാ പാസ്കൽ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ പോസോൺസ് റേഷ്യോ കണ്ടുപിടിച്ചു. പോസോൺസ് റേഷ്യോ കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ ഈ ചേഞ്ച് ഇൻ ലെങ്ത്തിൻ്റെ ഫോർമുല ഡെൽറ്റ എൽ ഈക്വൽ ടു PL/A യൂസ് ചെയ്തിട്ട് അവിടെ നിന്ന് E കാൽക്കുലേറ്റ് ചെയ്തു. ഓക്കെ, ഇയുടെ വാല്യൂ ആണ് നമുക്ക് 203 ഗിഗാ പാസ്കൽ എന്ന് കിട്ടിയത്. അപ്പോൾ പോസോൺസ് റേഷ്യോയും ഇയും വെച്ചിട്ട് നമ്മൾ ബൾക്ക് മോഡുലസ് കെയും മോഡുലസ് ഓഫ് റിജിഡിറ്റി ജിയും കാൽക്കുലേറ്റ് ചെയ്തു. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് റിലേഷൻ ബിറ്റ്വീൻ ഇലാസ്റ്റിക് കോൺസ്റ്റൻസിൻ്റെ ഡെറിവേഷനും അതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസും സോൾവ് ചെയ്യുന്നത്.